لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഈ മഹത്താവുന്ന പരിപാടിയുടെ അധ്യക്ഷൻ വന്ദരായ അസ്ഗർ അലി ഫൈസി, ഇവിടെ ബഹുമാനപ്പെട്ട ഒ.ടി. മൂസ മുസ്ലിയാർ, കാളാവ് സൈദലി മുസ്ലിയാർ, അലി ഫൈസി, ഖാദർ ഫൈസി, അലി ഫൈസി, അബ്ദുറഹ്മാൻ ഫൈസി തുടങ്ങി വേദിയിൽ ഉപേക്ഷരായ മഹത്തുക്കളാവുന്ന പണ്ഡിതന്മാർ, ഈ മഹത്താവുന്ന സദസ്സിലൂടെ സമ്മേളിച്ച സ്നേഹമുള്ള വിദ്യാർത്ഥികൾ, ബഹുമാനമുള്ളവരെ, വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. മുതഅല്ലിമീങ്ങളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ തർബിയത്തിൽ വളർന്നവരാണ് നിങ്ങൾ. ആ തർബിയത്തിന്റെ ഗുണം ഏത് നിമിഷത്തിലും നിങ്ങളിൽ കാണപ്പെടണം. ആ നിലക്കുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ ഉണ്ടാക്കിത്തീർക്കേണ്ടത്. ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളതാണ്. സാന്ദർഭികമായി ഓരോ നിമിഷങ്ങളിലും നിങ്ങളിലുണ്ടാകുന്ന ഓരോ തെറ്റുകളും നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ ആയിരിക്കും ഉസ്താദന്മാർ നിങ്ങളോട് കൽപ്പിക്കുക. ഈ കൽപ്പന പൂർണ്ണമായി സ്വീകരിക്കാനുള്ളതായ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. ആ മനസ്സ് അവിടെ ഉണ്ടായാലേ വിശുദ്ധമാവുന്ന ഇൽമ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുള്ളൂ. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നമ്മളൊക്കെ കേൾക്കുക, ഒരുപാട് ആയത്തുകൾ നമ്മൾ കേൾക്കും, ഒരുപാട് അഹാദീസുകൾ കേൾക്കും. മുതഅല്ലിമീങ്ങൾക്കുള്ളതായ അവരെ ഫദ്ല്, ഇൽമിന്റെ ഫദ്ല്, മുതഅല്ലിമീങ്ങൾക്ക് അല്ലാഹു ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ ആളുകൾ തന്നെയാണ് നമ്മൾ എന്നാണ്. അപ്പൊ ഈ ആളുകൾ നമ്മളാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? ആ ചെയ്തു കൊടുക്കുന്ന ഗുണം ഏത് സ്വഭാവത്തിലുള്ള മുതഅല്ലിമീങ്ങൾക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ സ്വഭാവ ഗുണങ്ങൾ നമ്മളിലുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് സ്വയം പരിശോധിക്കുക. ഒരു ആത്മപരിശോധന എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അത് നടത്തുക. അതില്ലെങ്കിൽ അതിനെ തിരുത്തിക്കൊണ്ടിട്ട് കഴിയണത്ര ആ ഒരു സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇതാണ് ഇസ്തഖീമു വലം തുതീഖൂ എന്ന് വിഷയം. ഇസ്തിഖാമത്ത് ഒരു മഹത്താവുന്ന പദവിയാണ്. അൽ ഇസ്തിഖാമത്ത് ദറജത്തുൻ ലൻ യുതീഖഹാ ഇല്ലൽ അകാബിർ. അതൊരു ഉന്നതമായ ഒരു പദവിയാണ്. ലൻ യുതീഖഹാ ഇല്ലൽ അകാബിർ. അത് വലിയവർക്ക് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പിന്നെന്തിനെ നമ്മളോട് ഇസ്തിഖാമത്ത് ഉണ്ടാക്കാൻ പറഞ്ഞു? സാധാരണക്കാരനോട് ഇസ്തഖീമു വലം തുതീഖൂ. ഇസ്തിഖാമത്ത് നിങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഖാമത്ത് നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയാം. ഉടനെ തന്നെ പറയോ വല്ലം തുതീഖൂ, അത് നിങ്ങൾക്ക് സാധ്യമല്ല. സാധ്യമല്ലെങ്കിൽ പിന്നെ പറയണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാവ്, മഹത്തുക്കളാവുന്നതായ സ്വഹാബത്ത്, അങ്ങനെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ കാണപ്പെടുന്ന ഈ മഹത്താവുന്ന സ്വഭാവം, അതാണ് ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്തിന്റെ പൂർണ്ണ രൂപം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചോളണമെന്നില്ല. അതാണ് ഇസ്തഖീമു വലം തുതീഖൂ. അപ്പൊ നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ തീരെ സാധ്യമല്ല എന്നല്ല, സാധ്യമാവണത്ര ചെയ്യാൻ നമ്മളെ തെറ്റുകളേക്കാൾ നമ്മളെ നന്മകൾ അത് മികക്കണ, അത് വാജിബായി നിൽക്കുന്ന ഒരവസ്ഥയെങ്കിലും നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇതാണ് ഇന്ന് നമ്മളെ മുതഅല്ലിം സമൂഹത്തിലേക്ക് പറ്റിയതായ ഏറ്റവും വലിയ ദോഷം. പഴയ കാലത്തുള്ള ആലിമീങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, അന്നത്തെ മുതഅല്ലിമീങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ,
അവർ ഓരോ സമയത്തും മഹാന്മാരാവുന്ന അവരെ ഉസ്താദന്മാരുടെ ആ നിർദ്ദേശം പൂർണ്ണമായി അതനുസരിച്ച് അത് പ്രാവർത്തികമാക്കി. ഉദാഹരണത്തിന് കുളിക്കാനൊന്നും ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. കിണറ്റിന്ന് വെള്ളം കോരി കുളിക്കണം. കിണറ്റിന്ന് വെള്ളം കോരി കുളിച്ചാൽ അത് കഴിഞ്ഞിട്ട് ബക്കറ്റ് കൗത്തി വെക്കും. പഴയ കാലത്തുള്ള മുത്താലിമീങ്ങളൊക്കെ. കാരണം എന്താ? ഉസ്താദന്മാരുടെ നിർദ്ദേശമാണ് ബക്കറ്റ് കൗത്തി വെക്കണം എന്നുള്ളത്. ഇന്നിപ്പോ നമ്മൾ ബക്കറ്റ് ഉപയോഗിക്കലില്ല. ഇനി ഉപയോഗിക്കലുണ്ടെങ്കിൽ തന്നെ ബക്കറ്റ് അങ്ങോട്ട് വലിച്ചെറിയലാണ്. വെള്ളം കോരിയ ബക്കറ്റ് അങ്ങോട്ട് വലിച്ചെറിയലാണ്. നമ്മൾ ബാത്റൂമിൽ പോയി അതിന്റെ എല്ലാ സൗകര്യങ്ങളോട് കൂടി ഷവറിന്റെ പിന്നെ താഴെ നിന്ന് കുളിക്കുമ്പോഴേ ആ വെള്ളം നമ്മൾ അമിതമായി ഉപയോഗിക്കണം. പഴയ കാലത്തുള്ള ഉസ്താദന്മാരും കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരെ ആ നിർദ്ദേശം പൂർണ്ണമായും അനുസരിച്ച് അവര് ആ വെള്ളത്തിന് ആവശ്യത്തിന് മാത്രം അവർ ഉപയോഗിച്ചു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മുൻഗാമികളാവുന്ന ഇവിടെ നമ്മളെ ഉസ്താദന്മാര് അവരൊക്കെ ഈ ഉയർന്ന ദർജയിലെത്തിയതും അവരൊക്കെ വലിയവരായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവരെ ഉസ്താദന്മാരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അവരനുസരിച്ചു. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഈ പഠിക്കുന്ന കുട്ടികളെ ആ പഠിക്കുന്ന കാലത്ത് ഓരോ തരീക്കത്തിലേക്കും പോണ സ്വഭാവം അത് മാറ്റണം. അത് ചിലപ്പോൾ നല്ല തരീക്കത്തും ഉണ്ടാവും, കള്ള തരീക്കത്തുകളും ഉണ്ടാവും. അപ്പൊ കള്ള തരീക്കത്താണോ നല്ലതാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു പക്വത, അല്ലെങ്കിൽ അതിന്റെ ഒരു വിവേകം, അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡം അത് നിങ്ങളെ കയ്യിലുണ്ടാവില്ല. അപ്പോ ഉസ്താദന്മാര് പറഞ്ഞു തരുന്ന ദിക്റുകൾ ചെയ്യാൻ മതി ആ കാലഘട്ടത്തിൽ. പിന്നെ അതിന് പറ്റുന്ന ആളുകളൊക്കെ കണ്ടുപിടിച്ച് വലിയവരൊക്കെ ചെല്ലേണ്ട നമ്മളെ നെയ്യത്തൊക്കെ നന്നായി അതിന്റെ പ്രവർത്തനം നമ്മളിൽ നിന്ന് ഉണ്ടാവുമ്പോൾ നമ്മൾ ചെല്ലേണ്ട സ്ഥലത്ത് ചെന്നെത്തും. അല്ലാതെ അതുമല്ല, ഈ തരീക്കത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തല്ലാത്ത ഒരു വേറൊരു സാധനമൊന്നല്ല. തരീക്കത്തിന്റെ അതേ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കലാണ് തരീക്കത്തിന്റെ മശായിഖന്മാർ ചെയ്തത്. അതാണ് തരീക്കത്ത് എന്ന് പറഞ്ഞതും ശരീഅത്ത് എന്ന് പറഞ്ഞതും രണ്ടും രണ്ടല്ല, അത് ഒന്ന് തന്നെയാണ്. അപ്പോൾ കണ്ണി കണ്ട ഏതെങ്കിലും തരീക്കത്തിലേക്കൊക്കെ ചെന്ന് അത് പോകുമ്പോൾ ചില പ്രത്യേക അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അത് ഏത് കള്ള തരീക്കത്തിന്റെ കൂടിയും ശൈത്താന്മാരുണ്ടാവും. ആ ശൈത്താനിയാവുന്നതായ ഇപ്പൊ ചില പ്രസ്ഥാനങ്ങളെ കണ്ടില്ലേ, ചില പ്രസ്ഥാനങ്ങളെ കണ്ടില്ലേ, അതിൽ കൂടിയ ആളുകൾ പിന്നെ ഇന്ന് ഒയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം അതിന് എന്തെങ്കിലും നിലക്കുള്ള വെള്ളമൊക്കെ കൊടുത്ത്, അത് മുടിയിട്ട വെള്ളം എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും വെള്ളമൊക്കെ കൊടുത്ത് അതിൽ പിടിച്ചു നിർത്തുന്ന ഒരു പണിയുണ്ടല്ലോ, അത് ശൈത്താനിയാവുന്ന പണി നടന്നുകൊണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് തെരീക്കത്തിലേക്കൊക്കെ പോയി കൂടല്ല വേണ്ടത്. കിതാബ് ഓതുന്ന സമയത്ത് കിതാബ് ഓതാൻ വേണ്ടി പൂർണ്ണ സമയം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. അതോടുകൂടി ഇന്ന് ദർശനമൊക്കെ നാശം വന്ന മറ്റൊരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ കുട്ടികളെ അടുത്ത് വിദ്യാർത്ഥി ഒന്നുണ്ടാവും. ഈ ഒന്നിലെന്ന് പറഞ്ഞാൽ പല ജാതി സംഗതികളും ഇതിലുണ്ടാവും, നമുക്ക് പറ്റണതും പറ്റാത്തൊക്കെ. ഈ പറ്റാത്ത സംഗതിയായിട്ട് ബന്ധപ്പെട്ടാലുണ്ടല്ലോ, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ ഇൽമ് നിന്റെ ഹൃദയത്തിലേക്ക് ഒരു അണുമണി തൂക്കം ഇറങ്ങില്ല, യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. ശരീഅത്തിന്റെ ഇൽമ് എന്റെ ഹൃദയത്തിലേക്ക് വരണോ? ഇപ്പൊ റസൂലുള്ളാഹിക്കൊക്കെ വഹി വന്നപ്പോൾ നബി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഓതാൻ തുടങ്ങിയതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് പറഞ്ഞെന്താ, ലാ തുഹരിക് ബിഹി ലിസാനക്, നബിയെ തങ്ങൾ നാവൊന്നും ചെയ്യേണ്ട, അത് നാവുകൊണ്ട് ചെയ്യണ പണിയല്ല, നാവോടെ അടക്കി വെച്ചോളി. അത് നസറ ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക്. നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഓത്ത് ഓടിത്തരുമ്പോൾ തന്നെ അത് നബിയെ തങ്ങളെ വിശുദ്ധമായ ഹൃദയത്തിലേക്ക്, തങ്ങൾ ഒപ്പം ഓതാൻ തന്നെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങി വരും. നമ്മൾ കണ്ടില്ലേ, ഒരു കേസറ്റിൽ നിന്ന് മറ്റൊരു കേസറ്റിലേക്ക് നമ്മൾ പകർത്തുന്നു, ഈ പകർത്തുന്നത് പോലെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. അപ്പൊ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുത്താലിമീങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ടൊക്കെ പൊന്നാണി ഓതാൻ പോയ കുട്ടികളൊക്കെ അവര് റമദാൻ മാസം വരുമ്പോഴായിരിക്കും അവരെ പൊരിന്ന് വന്ന കത്ത് ഒരു അട്ടി ഉണ്ടാവും. ആ കത്തെടുത്ത് വായിച്ചു നോക്കുമ്പോൾ പലരും മരിച്ചിട്ടുണ്ടാവും, കുടുംബത്തിൽപ്പെട്ട പലരും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം അവരെ ശ്രദ്ധ മുഴുവനും അവരെ സമയം മുഴുവനും കിതാബോത്തിലേക്ക് അവർ തിരിച്ചു. അങ്ങനെ റമദാനൊക്കെ വരുമ്പോഴാണ് അവർക്ക് എടുത്തു നോക്കുന്നത് നാട്ടിൽ പോരാൻ നേരത്ത്. അപ്പൊ ഈ ഒരു അവസ്ഥ നമ്മൾ സമയം മുഴുവനും വളരെ വിലപ്പെട്ടതാണ്. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ അസ്സമാനു സൈഫുൻ യഖ്തഉക ഇല്ലം തഖ്തഉഹു, സമയം എന്നുള്ളത് ഒരു വാള് പോലെയാണ്.
നീ അതിനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, അത് നിന്നെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി സമയം ഇവിടെ കാത്തിരിക്കൂല. അപ്പൊ സമയം മുഴുവനും കിതാബോധത്തും അതിനോട് ബന്ധപ്പെട്ട സംഗതിയിലും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് മുത്താലിമീങ്ങൾ ശ്രമിക്കുക. ഇതുപോലുള്ള മൊബൈലുകളൊക്കെ ആവശ്യത്തിന് അതൊക്കെ വേണം, വിവരറിയണം, അതൊക്കെ വേണം. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ, മൊബൈൽ ഉപയോഗിക്കാതെ വിവരം അറിയണതായ ഒരവസ്ഥ ഉണ്ട്, ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. ഏതവർത്തന ഇല്ലല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെ ഈ വെബ്സൈറ്റും മറ്റതൊക്കെ മൂപ്പരിവിടെ ഉണ്ടാക്കുന്നു. അതിന്റെ ആവശ്യമില്ലല്ലോ റസൂലുള്ളാഹിക്ക്. അത് റസൂലുള്ളാഹി അതൊക്കെ ഉപയോഗിച്ചാണല്ലേ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് ശാസ്ത്ര ലോകത്ത് ഇവിടെ ശാസ്ത്രം വികസിപ്പിച്ചെടുത്ത ഈ സംഗതികളൊക്കെ ശാസ്ത്ര സാങ്കേതിക അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിക്കാതെ ഉപയോഗിച്ചതാണ് റസൂലുള്ളാഹി. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. അത് മൊബൈൽ ഇല്ലാതെ വീട്ടിലെ വിവരം അറിയാൻ കഴിയില്ല, മൊബൈൽ ഇല്ലാതെ സംസാരിക്കാൻ കഴിയുക ലോകത്തുള്ള ആരോടും. ഈ അവസ്ഥയാണ് ഉണ്ടാക്കേണ്ടത്. കൊത്തക്കുള്ള അഴിമുക്കുമുള്ള എന്നല്ലേ. തെക്കുവുണ്ടെങ്കിൽ പിന്നെ ഒന്നും പഠിച്ചണ്ടെന്ന. പഴയ കാലത്ത് ഇപ്പൊ ഈ സമന്വയ വിദ്യാഭ്യാസമൊന്നും പഴയ കാലത്തില്ല. എന്താ കാരണം? അന്നത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇന്നത് ആവശ്യമായി. എന്താണ് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ ഈ പറഞ്ഞ സ്വഭാവത്തിലുള്ള പൂർണ്ണമായി തെക്കുവുള്ള മുത്താലിമീങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. തെക്കുവ വന്നു കഴിഞ്ഞാണ്ടല്ലോ എല്ലാ ഇൽമും അവന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആവശ്യമുള്ള സമയത്ത് വന്നുകൊണ്ടേയിരിക്കും. ഭാഷ വേണോ, ഭാഷ വരും. മറ്റുള്ള സാങ്കേതിക അറിവ് വേണോ, അത് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ലേ ഇമാം ബുഖാരി തങ്ങൾ തന്നെ റസൂലുള്ളാഹി ബാബുമൻ തകല്ലമ ബിൽ ഫാരിസിയ്യത്തി ഒരു അധ്യായം തന്നെ കൊണ്ടുവരാണ്. ഫാരിസി സംസാരിച്ച നബിയും. നബി എന്താ ഒന്നോ രണ്ട് വാക്ക് ഫാരിസിയിൽ പറഞ്ഞു, അത് പറഞ്ഞു എന്നല്ല ഇതിന്റെ അർത്ഥം. ആ ഇമാം ബുഖാരി തങ്ങൾ ആ ബാബ് കൊടുന്നതുകൊണ്ട് മൂപ്പർ ഉദ്ദേശം എന്താ, ആ അധ്യായം കൊണ്ട് ഇമാം ബുഖാരി തങ്ങൾ സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ ഭാഷയും അറിയാം, ഫാരിസി അറിയാം. അതല്ലാത്ത ഏത് ഭാഷ ഉണ്ടോ ആ ഭാഷ കൊണ്ട് കൈകാര്യം ചെയ്യണ ഒരു സമയത്ത് ആ ഭാഷ ഉപയോഗിക്കാനുള്ള ഒരവസ്ഥയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഉമ്മി എന്ന് പറഞ്ഞാൽ ഒന്നും വിവരമില്ലാത്തൊരു മണ്ടൂസ് എന്നല്ല, അങ്ങനത്തെ ആളെ പിടിച്ച് നബിയാക്കിന. ഉമ്മി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാം അറിയുന്ന ആളേനാണ്. നമ്മളൊക്കെ പോയി പഠിക്കണ പോലെ ഒരു മദ്രസയിലേക്കോ ഒരു സ്കൂളിലേക്കൊക്കെ പോയി പഠിച്ചിട്ട് എഴുത്തും വായനയൊന്നും പഠിച്ചതല്ലാന്ന്. ഈ എഴുത്തും വായനയും അറിയില്ല എന്നല്ല, എല്ലാ എഴുത്തും നബിക്ക് അറിയില്ലേ, അതല്ലേ. പല എഴുതിയവർ നബിക്ക് എഴുതി കൊടുക്കുന്നവർ എഴുതിയപ്പോ അത് തടയാൻ പറഞ്ഞപ്പോ തടയാൻ അവര് കൂട്ടാക്കാതിരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ തടഞ്ഞു എന്നാണ്. അതെന്തുകൊണ്ടാ? നബിക്ക് എഴുത്തറിയാം, നബിക്ക് ഭാഷ അറിയാം, എല്ലാം അറിയാം. കാരണം എന്താ? അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട തഖ്വ. ആ തഖ്വ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മൊബൈലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നവരും ബഹുമാനപ്പെട്ട എം ഡി സാഹിബ് പറഞ്ഞ മാതിരിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ആവാൻ പറ്റുന്ന ആളുകളുള്ള മാതിരി തന്നെ ഇതിനൊക്കെ പറ്റുന്ന ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ പൂർണ്ണമായി നമ്മൾ എന്താകുമെന്ന് കഴിവിന്റെ പരമാവധി മുത്തഖീങ്ങളായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമുക്കിതൊന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരൊക്കെ ചെയ്തതുപോലെ. അപ്പൊ ഈ തഖ്വ കുറഞ്ഞുപോയി. അപ്പൊ നമുക്ക് ഇതേ നിർവാഹമുള്ളൂ, രണ്ടും കൂട്ടി പഠിപ്പിച്ചേ കൊടുക്കണം. പഠിപ്പിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ സമന്വയ വിദ്യാഭ്യാസത്തിനും കൂടി നമ്മൾ നിർബന്ധിതരായത്. അപ്പോ ഏതായാലും ഞാൻ ആ വിഷയമൊന്നും നീട്ടി പറയല്ല. നിങ്ങളോട് ആദ്യമായിട്ടൊരു മുഖവുര എന്നുള്ള നിലക്കാണ് ഈ 2-3 കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, ഉസ്താദന്മാർക്ക് പൂർണ്ണമായിട്ട് അവരെ കൽപ്പനകൾ. ഒരു ഉസ്താദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിച്ചൊരു ഉസ്താദ്, ആ ഉസ്താദ് നിങ്ങൾക്ക് ഓതിത്തരാൻ എല്ലാ നിലക്കും പ്രാപ്തനായ ഒരു ഉസ്താദാണെങ്കിൽ നിങ്ങളെ തർബിയത്ത് ചെയ്ത് നിങ്ങളെ നല്ല നിലക്ക് വളർത്താനും അയാൾ പ്രാപ്തനായി. അപ്പൊ അയാൾ നിങ്ങളോട് പറയുന്ന ഏത് നിർദ്ദേശങ്ങളും അത് നല്ല നിർദ്ദേശങ്ങളായിരിക്കും. വേണ്ടാത്തൊരു നിർദ്ദേശം മൂപ്പര് നിർദ്ദേശിക്കില്ല. അപ്പൊ ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതാണ് ഒന്ന്. രണ്ടാമത് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം. നിങ്ങളെ ഓരോ ചലനങ്ങളിലും അത് കാണണം. ആ നിലക്കുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കാം. അങ്ങനെ പൂർണ്ണമായിട്ട് എല്ലാ നിലക്കും നമ്മളെ സമയം മുഴുവനും ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താനും വേണ്ടി ശ്രമിക്കാം. എന്നാലെന്താവുന്നറിയോ, വളർന്ന് 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 നമുക്ക് എത്തേണ്ട സ്ഥലത്തെത്താം. അപ്പോ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർക്ക്, ഇൽമിന്റെ ആളുകൾക്ക്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനും മുതഅല്ലിമീങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞപ്പോൾ
നമ്മളും മനസ്സിലാക്കും ഈ ഗുണങ്ങളൊക്കെ ഇപ്പോ നമ്മളെ പറ്റിയല്ലേ പറഞ്ഞിട്ടുള്ളത്, നമ്മളിനിപ്പോ എങ്ങനെ നടന്നാലും വേണ്ടില്ല, ഈ ഗുണങ്ങൾക്കൊക്കെ അവകാശി നമ്മളാണല്ലോ, അങ്ങനെ മനസ്സിലാക്കിയത് അത് തെറ്റാണ്. കാരണം എന്തുകൊണ്ടെന്ന് അറിയാം, ഈ ഗുണങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് ഈ ഗുണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്, അത് അവരുദ്ദേശിച്ചതായ ഒരു വിഭാഗം അവർ ആലിമ് എന്ന് പറഞ്ഞതുകൊണ്ടും മുത്തഅല്ലിമ് എന്ന് പറഞ്ഞതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതായ ഒരു വിഭാഗം ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കാണ് ആ ഗുണം എന്നുള്ളത്. മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കും. ലോകത്തുള്ള സർവ്വ വസ്തുക്കളും ഒരു ആലിമിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ആ വിഭാഗത്തിൽ ഇപ്പൊ നമ്മൾ കിതാബ് ഓതാണ് പോലോട് കൂടി അതിൽ പെട്ടു എന്ന് ആരും വിചാരിക്കണ്ട. അത് അങ്ങനത്തെക്കൊന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാ, ആ അമ്പിയാവിന്റെ അതേ ആ സ്വഭാവം അത് പൂർണ്ണമായി ഉണ്ടാക്കി 100% നമ്മൾ എന്താവണം, അതിന് പറ്റുന്നവരാണ്. 100% പറ്റിയില്ലെങ്കിലും ഒരു 50% പറ്റുന്നവരാവണം. ആ നിലക്കുള്ള ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്താവാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആ മലക്കുകൾ ചിറകി താത്തിത്തരാനും, അതല്ലെങ്കിൽ ലോകത്തുള്ളതായ സർവ്വ വസ്തുക്കളും അവര് പിന്നെ തസ്ബീഹ് ചെല്ലുന്നും അവർക്ക് വേണ്ടി പൊറുക്കലിനത്തോടുന്നും അവരെ ആദരിക്കുന്നൊക്കെ പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മൾ. അപ്പൊ മലക്കുകൾ ചിറക് താത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഒന്നിരിക്കലേ മലക്കുകൾ ഇന്നൽക്ക് ഈ സ്വഭാവത്തിലുള്ള മുത്തഅല്ലിമീങ്ങൾ, അതായത് പൂർണ്ണമായും ശരീഅത്തിന്റെ ആ ആദാബുകൾ മുഴുവനും പരിഗണിച്ച് കഴിയുന്നത്ര ഒരു മുത്തഖിയായി ജീവിക്കുന്നതായ വേറുള്ള ഭൗതികമായ താല്പര്യമൊന്നും ഉണ്ടാവുകയും ചെയ്യരുത് ഇൽമിനെ പഠിക്കുന്നതുകൊണ്ട്. ഇപ്പൊ നാളെ ഒരാള് എന്റെ വീട്ടില് ഒരു കുട്ടിനെ പിന്നെ ഇഫ്ള് പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കാന്ന് പറഞ്ഞ്, അപ്പൊ അതിന്റെ ഒരു കാലമാണ് ആക്കിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കാലാണ് ഇപ്പൊ ഈ കാലമാണ്. അപ്പൊ കൊടുന്നാക്കാൻ വേണ്ടി വന്നപ്പോൾ ദ്വാരപ്പിക്കാൻ കൊടുന്നതാണ്. അപ്പൊ എന്നോട് മൂപ്പര് പറഞ്ഞ്, ഞാൻ ചോദിച്ചു എന്താപ്പോ അത് ഇങ്ങനെ ഇഫ്ളിന് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇഫ്ളിന് കൊണ്ടായപ്പോ വിദേശത്തൊക്കെ നമ്മളെ കുട്ടികളുണ്ട്, അവരും പറഞ്ഞിരിക്കണം അങ്ങോട്ട് കൊണ്ടാകാന്ന്. അപ്പൊ നല്ലൊരു ശമ്പളമൊക്കെ കിട്ടുന്ന ഒരു പണി കിട്ടുമല്ലോ. അപ്പൊ നല്ലൊരു ശമ്പളം കിട്ടുന്ന പണി കിട്ടാന്നുള്ള നിലക്കാണ് ഈ ഇഫ്ളിനൊക്കെ കൊണ്ടാക്കാന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണത്, എന്തിനു വേണ്ടിയിട്ടാ പഠിക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് ദീനിയായ ഖിദ്മത്ത് ചെയ്യണം, സആദത്ത് അബദിയ്യ അത് നമ്മൾക്ക് ഉണ്ടാവണം. അത് ഉണ്ടാവുമ്പോൾ ആവശ്യമുള്ള സംഗതികളൊക്കെ വേറെ വന്നുകൊണ്ടേയിരിക്കും. മഹാനാവുന്ന അബൂ ഹനീഫ ഇമാം തങ്ങളെ ദർസിൽ ഓദീന ആളെ ഇരുന്ന് മഹാനാവുന്ന അബൂ യൂസുഫ് എന്നവര്, മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി, ഇവരെയൊക്കെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഇവരെ മൂന്നാൾ അത്താഖീല ഇന്നഹു മദ്ഹബുൽ അയിമ്മത്തി സലാസത്തി എന്നാണ് ഈ ഹനഫി മദ്ഹബിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പിന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മൂന്നാളും കൂടി മദ്ഹബാണ്. അത്രമാത്രം ഹനഫി മദ്ഹബിൽ സ്വാധീനം ചെലുത്തിയ വലിയ വ്യക്തിത്വമാണ് മഹാനാവുന്ന മുഹമ്മദ് ബിൻ യൂസുഫ് തങ്ങൾ, അബൂ യൂസുഫ് എന്നവർ. ആ അബൂ യൂസുഫ് എന്നവർ പഠിക്കുന്ന കാലഘട്ടത്തിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ്. ഇയാൾ എന്തെങ്കിലും അധ്വാനിച്ചു കൊടുന്ന് അയാളെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താലേ അവിടെ തീ മൂട്ടുള്ളൂ. തീ മൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയാം, ഇയാൾ എന്തെങ്കിലും അധ്വാനിക്കണം. ഒരു വയസ്സായൊരു ഉമ്മയുള്ളൂ. അപ്പൊ ഉമ്മ ഇയാളെ രാവിലെ കൊണ്ടുപോയിട്ട് എന്താക്കുന്നറിയോ, കൂഫയിലുള്ള ഏതെങ്കിലും ഒരു പീടി കൊണ്ടാക്കും. ഇവിടെ ഉമ്മ വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്തെങ്കിലും അവിടെ പണിയെടുത്തിട്ട്
ഇങ്ങനെ പറന്നു പോവാന്ന് എപ്പോഴും ഇങ്ങനെ പറന്നു പോവുകയല്ല. അപ്പൊ വാഹനം ഉണ്ടെങ്കിൽ ഒരു വാഹനം ഉപയോഗിക്കും. ആ വാഹനം ഇന്നതൊന്നുമില്ല, അത് കിട്ടിയിട്ട് പോവുകയാണ്. ഇപ്പോ അങ്ങനെയല്ല. അപ്പൊ തന്നെ വാഹനം ഒരു ചെറിയ വാഹനത്തിലൊക്കെ പോവാന്ന് പറഞ്ഞത് ഒരു മോശക്കാരൻ. ഞാൻ തന്നെ ഇപ്പൊ അടുത്ത ദിവസം ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ഇരിക്കുമ്പോൾ സംഭവം ഉണ്ടായി. എന്താന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് 2 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ മറ്റേ അപ്പോ ഞാൻ ഈ ഫോണ് എന്റെ ഫോണിൽ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഈ മുനവ്വർ കാവനൂരാണ് ഇപ്പൊ ഇതിന് ലൈവ് കൊടുക്കുന്നത്. ഈ കുട്ടികൾക്ക് ഈ പറഞ്ഞ മനസ്സിലാവില്ല. ഈ ക്യാമറ ഇത് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അതിന് ക്യാമ കൊടുക്കാൻ വേറെ ആളിനാച്ചൂടെ? ഈ കട്ടാണ്. അതാണേ ക്യാമ് അതും പിന്നെ മൈക്കൊക്കെ പാടെ ഒരാളാകുമ്പോൾ ചിലപ്പോൾ കട്ടാവും. അപ്പൊ അത് ശ്രദ്ധിക്കണം ലൈവ് കൊടുക്കുന്ന ആളുകൾ. ഷെഫീഖുണ്ടാ? ഷെഫീഖ് മൈക്ക് കൊടുക്കാൻ ഉണ്ടാവണ്ട? നോക്കി അത് മുനവർ ആറിന് ഈ മുനവർ കൊടുക്ക്. ക്യാമ അതിൽ കൊടുക്ക്. വളരെ പ്രധാനപ്പെട്ട നമ്മളിങ്ങനെ ഇങ്ങനെ കേട്ടിട്ട് രസിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു പോയിന്റ് പറയുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. അപ്പൊ അത് പൂർത്തിയായിട്ട് കേൾക്കുന്ന പൂതി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും കട്ടായി പറഞ്ഞാല് അപ്പൊ പിന്നെ തടസ്സമില്ലാതെ നിങ്ങൾ കൊടുക്കാൻ നോക്കി. മൈക്കാര്യം കൊടുക്കേണ്ടി അവരുടെ സെൻഡ് ചെയ്യും വേഗം. മുനവ്വർ കാവനൂർ അവിടെയുള്ള ആളാണോ? മുനവ്വർ കാവനൂർ അവിടെയുള്ള ആളാണെങ്കിൽ മുനവ്വർ മൈക്കെടുക്കി. മൈക്കെടുക്കും. ഞാനിവിടെ നിങ്ങളെ കൊന്നതുപോലെ ആ എല്ലാ രാജ്യങ്ങളെ നിങ്ങൾ വഴിയിലായി. പക്ഷേ ഇവിടെ ഞങ്ങളൊരു വസ്ത്രത്തിലാണ്. ആ വസ്ത്രത്തിന്റെ ബോളിവുഡിന്റെ ആ ബോളിവുഡിൽ എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണന്റെ അന്യൂറ്റി ഭക്ഷണത്തെ പോകാനുള്ളൂ. ഇത് പറഞ്ഞപ്പോ അഭിമുഖികൾ വളരെ കണ്ണുകളിൽ പറഞ്ഞു ചെയ്ത് അന്ന് ഉത്സാഹമാണ് ഈ വഴി അത്രയും പറഞ്ഞത് കൃഷ്ണന്റെ അന്നരീതിക്ക് ഈ വഴികെട്ടിന് പറഞ്ഞ് വരണം എങ്ങനെയൊക്കെ അതുപോലെ അപ്പോൾ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ നമ്മൾ ഉണ്ടാകുന്നത് ഭൗതികമായ കുടുംബത്തെ അടിസ്ഥാനങ്ങൾ നമ്മളെ കയ്യേറ്റ് വരണമോ സാങ്കേതിക കാര്യം നമ്മൾ ഏറ്റെടുക്കും. അപ്പൊ വേണ്ടതൊക്കെ വന്നുകൂടെ നമുക്ക് കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയുള്ള ആ നിയമങ്ങൾ പഠിച്ച് അത് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള മുമ്പുള്ള നമ്മൾ അവർക്കൊന്നും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അവർ ഉത്സാഹന്മാരെ നല്ല വാക്കാനിട്ടാണെങ്കിൽ അവിടെ പോയി മത്സരിപ്പിക്കണം, അല്ലെങ്കിൽ ഇവിടെ പോയി പ്രസംഗിക്കണം, അല്ലെങ്കിൽ ഇനിയാണ് മറ്റൊരു പോയിക്കണം, അല്ലെങ്കിൽ ജനത്തിൽ പോയിക്കോക്കെ അത് ഉത്സാഹന്മാർ പറഞ്ഞാൽ അറിയുന്ന വളരെ കാര്യമില്ല. ഇനി നമ്മൾ
പിന്നെ ചുരുങ്ങിയ കാലയളവിൽ കൂടി അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണ ഒരു കാലഘട്ടമായി ഇപ്പൊന്ന് മാറി. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. ഈ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാകരുത്. ഉസ്താദ് നിർദ്ദേശിക്കണ കാലം എത്രയാണോ ഉസ്താദ് നിർദ്ദേശിക്കണേ ആ കാലഘട്ടത്തിൽ ഉസ്താദിന്റെ അടുത്ത് നിന്ന് കിതാബ് ഓതി പഠിക്കുക. ഉസ്താദ് അതിന് പ്രഗത്ഭരാണെങ്കിൽ നമ്മൾ പിന്നെ സാധാരണ നമ്മൾ പറയുന്ന മാതിരിക്ക് ആരെടുത്തുനിന്നേ ഓതി എന്നുള്ളത് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ആരെടുത്തുനിന്ന് ഓതി എന്നുള്ളതല്ല, ഈ ആരെടുത്തുനിന്ന് ഓതിയാലും ഓതി തരുന്നോണ്ട് തിരിഞ്ഞില്ലെങ്കിൽ ഈ അവിടെ നിൽക്കില്ലല്ലോ, ഈ അവിടെ നിന്ന് പോരും. അല്ല തിരിഞ്ഞവനാണെങ്കിലോ അവനേക്ക് ഉപയോഗപ്പെടുത്തും ചെയ്യും. അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ആരെടുത്തുനിന്ന് ഓതി എന്നുള്ളതല്ല, ആ ഓതിത്തരുന്ന മാതിരിയാണോ അതല്ല അത് പറ്റണോ നിൽക്കാണോ എന്നുള്ളത് അത് മനസ്സിലാക്കിയാൽ പറ്റൂല എന്നുണ്ടെങ്കിൽ ഈ അവിടെ നിൽക്കൂലല്ലോ, പറ്റുന്നുണ്ടെങ്കിൽ ഈ അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പൊ ഉസ്താദന്മാരെ ദർസിൽ നിന്ന് നമ്മൾ എല്ലാ കിതാബുകളും ഓതിപ്പടിച്ചു. സമയം മുഴുവനും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുക. ആ ശ്രമത്തോടുകൂടി ഇത് മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരുടെ എഴുത്താണ്. അപ്പൊ അമ്പിയാക്കന്മാരുടെ ആ സ്വഭാവം നമ്മളിൽ പകർത്താൻ വേണ്ടി കഴിയുന്നത്ര നമ്മൾ ശ്രമിക്കുമാണ്. ആ മുതഅല്ലിമിനിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് മലായിക റസൂലിയൊക്കെ പറഞ്ഞത്. മലക്കുകൾ ചിറക് താത്തി കൊടുക്കുന്നു, അവര് ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അവർക്ക് വേണ്ടി തസ്ബീഹ് ചെല്ലും, അവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനത്തെ പണ്ഡിതന്മാരെ സംബന്ധിച്ച, അങ്ങനത്തെ മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ചാണ്. അപ്പൊ അങ്ങനത്തെ മുതഅല്ലിമീങ്ങളിൽ നമ്മൾ ഉൾപ്പെടണം. അതിനാവശ്യമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. അങ്ങനത്തെ മുതഅല്ലിമീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അപ്പൊ മലക്കുകൾ ചിറക് താത്തി തരിക എന്ന് പറഞ്ഞാൽ മലക്കുകൾ എന്താവും അറിയും? ഈ മുതഅല്ലിമീങ്ങളോട് ഒന്നിരിക്കൽ അതിന്റെ അർത്ഥം ഈ മുതഅല്ലിമീങ്ങളോട് വലിയ ബഹുമാന കാരണമായിട്ട് മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള സർവ്വ ഖിദ്മത്തിനും സന്നദ്ധരായിട്ട് താഴ്മ ചെയ്യുക മലക്കുകൾ നമ്മളോട്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ വലിയവരാണ്. നമ്മൾ വലുതായാൽ ചിലപ്പോൾ മലക്കുകളെക്കാൾ വലുതാകാൻ കഴിയും. മനുഷ്യൻ വലുതായാൽ മലക്കുകളെക്കാൾ ഉയരാൻ കഴിയും. അങ്ങനെയാണ്. അതാണ് മലക്കുകൾ വേണ്ടിയില്ലേ. മലക്കുകൾ നമുക്ക് വന്ന് നല്ല മനുഷ്യന്മാർക്ക് വേണ്ടിയില്ലേ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. ഇസ്തിഖാമത്ത് ഈമാൻ ശരിപ്പെടുത്ത ആദ്യം. അതാണ് റബ്ബുനല്ലാഹ്, അല്ലാഹ് റബ്ബാണെന്ന് പറയാന്ന് പറഞ്ഞാൽ. ഈമാൻ ശരിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഈമാന്റെ വർദ്ധനവിനുണ്ടാക്കുക. ആ വർദ്ധനവിനുണ്ടാക്കലാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ആ ഇസ്തിഖാമത്ത് ഉണ്ടായി തീർന്നാൽ മലക്കുകൾ ഇറങ്ങി വരുന്ന എല്ലാ സമയത്തും ഇറങ്ങി പതിവായി ചോദിക്കും. മലക്കുകളെ അവനക്ക് കാണാൻ കഴിയുന്ന, മലക്കുകൾ അവനും കാണുന്ന ആ ഒരു അവസ്ഥയായിരുന്നു ഈ സ്വഭാവം ഉണ്ടാക്കി തീർക്കുണ്ടാവണം. മലക്കുകളെ കാണാൻ മലക്കുകൾ എല്ലാ സമയത്തും വരാം. അപ്പൊ മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നിരിക്കൽ മലക്കുകൾ താഴ്മ ചെയ്തു തരാം. നമ്മളോട് വളരെയധികം വിനയത്തോടു കൂടിയായിരിക്കും അവരെ പെരുമാറ്റം. അതല്ലെങ്കിൽ ഈ മുതഅല്ലിമിന്റെ കൂടെ എപ്പോഴും മലക്ക് ഇങ്ങനെ വന്നിട്ട് അവന്റെ കൂടെ ഉണ്ടാവും. അവന്റെ കൂടെ ഇങ്ങനെ അവർക്കൊരു കാവൽക്കാരനായിട്ട് മലക്ക് അവന്റെ കൂടെ ഇങ്ങനെ ഉണ്ട്. അതല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മലക്കുകള് അവന്റെ കൂടെ നിന്നും കൊണ്ടിട്ട് അവനെത്തേണ്ട സ്ഥലത്തിലേക്കൊക്കെ മലക്കുകൾ അവൻ എത്തിച്ചു കൊടുക്കുന്ന പോകേണ്ട സ്ഥലത്തേക്ക്. ഒരു കപ്പലും കയറേണ്ടി വരില്ല, ഒരു ബസ്സും കയറേണ്ടി വരില്ല, ഒന്നും വേണ്ട. ഈ സ്വഭാവം എന്നിലുണ്ടായി തീർന്ന യഥാർത്ഥ മുതഅല്ലിമാണോ ഈ മലക്കുകൾ ചിറക് താത്തി തരുന്ന മുതഅല്ലിമാണോ? എന്നാ മലക്കുകൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ മലക്കുകൾ അവരെ ചിറകുമേൽ നിന്നെ ചുമന്നുകൊണ്ടുപോകുന്ന അൽഹംദു അലൈഹാൻ. ആ മലക്കുകൾ അവരെ ചിറകുമ്മ നിന്നെ കൊണ്ടുപോയിട്ട് നീ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവർ കൊണ്ടുവരും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ മൊബൈൽ ഉപയോഗിക്കാതെ തന്നെ വിവരങ്ങൾ ശേഖരിക്കാനും മൊബൈൽ ഉപയോഗിക്കാതെ തന്നെ സംസാരിക്കാനും ഒക്കെ ഉള്ളതായ അതിന് വേണ്ട ഒരു മാർഗമുണ്ടല്ലോ. ആ മാർഗം അവിടെ മലക്കുകൾ ഉണ്ടാക്കി തരും. ഇതാണ് മലക്കുകൾ സഹായിച്ചു തരിക എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ വിചാരിക്കും നമ്മളൊക്കെ ഇപ്പൊ മലക്കുകൾ ചിറക് താത്തി തരുന്നവരാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കുറവായിരിക്കും. കാരണം ഈ സ്വഭാവത്തിലുള്ള മുതഅല്ലിമീങ്ങൾക്കേ മലക്കുകൾ എന്താവുള്ളൂ, ചിറക് താത്തി കൊടുക്കുള്ളൂ. അപ്പൊ മലക്കുകൾ ചിറക് താത്തി തരുന്നതായ ഒരു അവസ്ഥ, ആ അവസ്ഥ നമ്മൾക്ക് ഉണ്ടാക്കണം. ഈ നിലക്ക് മലക്കുകളെ സഹായം അവര് നമ്മൾക്ക് വൈപ്പിടാം.
അവർ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാം. ഈ നിലക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി മുത്താലിമീങ്ങൾ ആദ്യമായും കൊണ്ട് ശ്രമിക്കണം. അപ്പോ അതുകൊണ്ടിട്ട് അങ്ങനത്തെ മുത്താലിമീങ്ങളായി തീർന്നാൽ ആ മുത്താലിമീങ്ങൾക്കാണ് ഈ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതൊരു ചില്ലറ സംഗതിയൊന്നുമല്ല. ഈ ഇൽമ് എന്ന് പറഞ്ഞാൽ ഉലൂമു ശറഅ്, ശറഇന്റെ ഉലൂമ്. ആലിമ് എന്ന് ശറഇന്റെ ഭാഷയിൽ ആർക്കേ പറയുള്ളൂ എന്നറിയും. ആലിമ് എന്ന് ശറഇന്റെ ഭാഷയിൽ അൽ മുസ്തഖിലൂന ബി ഉലൂമി ശറഇ, അതായത് ഫിഖ്ഹ്, തഫ്സീർ, ഹദീസ് പോലത്തെ ഇൽമ് അതുകൊണ്ട് ശുഗലാവും ചെയ്യുക. അതോടൊപ്പം തന്നെ ഒബി ആലാത്തിഹ, അതിനെ പഠിക്കാൻ ആവശ്യമുള്ളതായ അതിന്റെ ഇൽമുകൾ ഏതെല്ലാം ഉണ്ടോ അതുകൊണ്ടിട്ട് ശുഗലാവും. ഇങ്ങനത്തെ ഇവർക്ക് ആലിമ് എന്ന് ശറഇന്റെ ഭാഷയിൽ പറയുള്ളൂ. അൽ ഉലമാവ് വറസത്തുൽ അംബിയാ എന്നൊക്കെ പറഞ്ഞാൽ ആ ഉലമാ അതാണ്, ഈ സ്വഭാവത്തിലുള്ളതായ ഉലമാവ്. ആ നിലക്കുള്ളൊരു ഇൽമ നമ്മൾ ഉണ്ടാക്കി തീർത്താലോ ഇത് ഒരു ചില്ലറ സംഗതിയല്ല. ഈ ഇൽമ എന്ന് പറഞ്ഞത് മഹാനാവുന്ന വഹബ് ബിൻ മുനബ്ബഹ്, അവര് യമനിലുള്ള വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. അവര് പറഞ്ഞതുപോലെ ഒരാൾ ഇൽമിനെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഇൽമിൽ നിന്നിട്ടുണ്ടായി പോകുന്നതായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അവനിക്ക് വലിയ ഷറഫുണ്ടാവും. അത് ഏതെങ്കിലും ഇൽമല്ല, ഈ പറഞ്ഞ സ്വഭാവത്തിൽ ശറഇന്റെ ഭാഷയിൽ ആലിമ് എന്ന് പറയാൻ പറ്റുന്ന ഇൽമ്. ആ ഇൽമിനെ പഠിച്ചാൽ മാത്രം പോരാ, ആ ഇൽമിനെ പഠിക്കുമ്പോൾ ആ ഇൽമാണ് അവനിന്റെ ഹൃദയത്തിൽ ഇറങ്ങുന്നത്. ആ ഇൽമിനെ ഇറക്കാൻ പറ്റുന്നതിലുള്ളതായ ഹൃദയ വിശുദ്ധിയും കൂടി അവനിക്കുണ്ടാവണം. എന്ന് പറഞ്ഞാൽ ആ നിലക്കുള്ള തഖ്വ ഉണ്ടാവണം. ആ നിലക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവനിക്കുണ്ടാവണത് എന്താ? അവൻ എത്ര മോശക്കാരനാണെങ്കിലും അവനിക്ക് വലിയ ഷറഫുണ്ടാവുന്ന, അതുപോലെ തന്നെ അവനിക്ക് ഒരു ഇസ്സു, അവനിക്ക് വലിയ പ്രതാപം ഈ ലോകത്ത് അവനിക്കുണ്ടാവും. അതുപോലെ തന്നെ അവനിക്കുണ്ടായി പോണ മറ്റൊരു സംഗതി എന്താ? ഗിന. നമുക്കൊക്കെ ആവശ്യമുള്ളത് അതാണല്ലോ. ഗിന എന്ന് പറഞ്ഞാൽ തോന സ്വത്തുണ്ടാവുക എന്നല്ല. ഗിന എന്ന് പറഞ്ഞാൽ ഗിന നഫ്സാണ്. നമ്മൾ കീഴ്പ്പെട്ടുള്ളവരിലേക്ക് നോക്കരുത്, അത് മേപ്പെട്ടുള്ളവരിലേക്ക് നോക്കണ്ട, നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ മതി. അവനങ്ങനെ സഞ്ചരിക്കുന്നുണ്ടല്ലോ, ഇവന്റെ വീട് ഇങ്ങനെ ഉണ്ടല്ലോ, ഇവന്റെ ഇങ്ങനെ ഉണ്ടല്ലോ, ഈ നോട്ടം നോക്കിയാൽ അത് എന്താവുന്നൊരു അതൊരു അപകടത്തിലേക്കുള്ള സൂചനയാണ്. അപകടത്തിലേക്കുള്ള സൂചന എന്ന് പറഞ്ഞാൽ എന്താണ് അപകടം? ആവശ്യങ്ങൾ ഇവിടെ ദുന്യാവിൽ ഓരോരുത്തർക്കും പല ആവശ്യങ്ങളും, ദുന്യവിയാവുന്നതായ കെട്ടുപാട് ഒരു മനുഷ്യന് കൂടുമ്പോൾ അവന് പല ആവശ്യങ്ങളുണ്ടാവും. ആ ആവശ്യങ്ങൾ ഭൗതികമാവുന്ന സുഖത്തിന് വേണ്ടി പലതും ചെയ്യാൻ നമ്മൾ എന്താവുന്നറിയോ, നമ്മൾ അതിനു വേണ്ടിയിട്ട് മുന്നിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ഒരു വീടുണ്ടാക്കുമ്പോൾ ഒരു സ്വപ്നം ഉണ്ടാവും, ചെറിയ വീടായാലും മതി എന്നുള്ളത്. പിന്നെ തോന്നുകയാണ് ഈ വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബക്കാരെ വീടൊക്കെ ഇതിനേക്കാൾ വലുതാണല്ലോ, അല്ലെങ്കിൽ ഭാര്യന്റെ വീട് ഇതിനേക്കാൾ വലുതാണല്ലോ, നമ്മളെ അങ്ങീലെ വീട് ഇതിനേക്കാൾ വലുതാണല്ലോ, നമ്മൾ ഒന്നുകൂടി വലുതാക്കണം എന്ന് നമുക്ക് തോന്നും. ഈ കാലം ആവശ്യമാവുന്ന ഏത് മാർഗം, പൈസ ഉണ്ടാക്കാനുള്ള മാർഗം സ്വീകരിക്കാൻ തയ്യാറാവും. കണ്ടില്ലേ? അത് പല അനുഭവമല്ലേ ഇവിടെ ഇപ്പോ ആലിമ്യങ്ങൾ എന്ന് പറയുന്ന പലരും അവര് ഒരു സംബന്ധിച്ച് ഇപ്പൊ ഞാനിപ്പോ ഒന്നും തുറന്നു പറയല്ല, ഏതോ നമ്മൾ വലിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ബിസിനസ് തുടങ്ങേണ്ടതല്ല, അത് തുടങ്ങാൻ വേണ്ടി എന്നിട്ട് ജനങ്ങളോടൊക്കെ പൈസ വാങ്ങാം. എന്നിട്ട് ബിസിനസ് പൊട്ടിയാലോ പൊട്ടിയില്ലെങ്കിലോ നമ്മൾ പൈസ കൊടുക്കാത്തൊരവസ്ഥ, ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാക്കി തീർക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് അവന്റെ പോലെ ഉള്ളതായ ആ ഒരു വീട് നമുക്ക് ഉണ്ടാക്കണം നമുക്ക് തോന്നുകയാണ്. അപ്പൊ ഒമാസാണ് യന്ത്രത്തിലും മിൻ റഗ്ബത്തിൻ ഇലാ റഗ്ബത്തിൻ ഉഖറ വമിൻ ത്വലബിൻ ഇലാ ത്വലബിൻ ആഖർ. ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആവശ്യം, ആ ആവശ്യത്തിൽ നിന്ന് മറ്റൊരു ആവശ്യത്തിലേക്ക്, ഒരു ആഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ആഗ്രഹത്തിലേക്കുള്ളതായ ഈ ചാട്ടം അത് മരണം വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഭൗതികമാവുന്നതായ ഈ താല്പര്യം നമ്മളെ മനസ്സിൽ വന്നു നമ്മൾ നേരിട്ട്
അപ്പൊ വന്നപ്പോൾ ഇയാളോട് പറഞ്ഞു, എടാ ഈ ഇന്ന ശരിക്ക് മനസ്സിലാക്കിയ ആളാണല്ലോ, എനിക്ക് ജാതി സാധനങ്ങൾക്കൊക്കെ വലിയ ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കണോ? അപ്പൊ ഇയാൾ നല്ല വാചല്ലേ, എനിക്ക് അറിയാം, അതിന് ഞാൻ അതിൽ പലതും വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പെട്ടി തുറന്നിട്ടില്ല, ഇത് പലതും വാങ്ങി. എന്നാ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോ ഇന്നോടും പറഞ്ഞു, തങ്ങളെ ഇവണ്ടല്ലോ, ഇവന്നെ ശരിക്കും മനസ്സിലാക്കിയ ആളാ, എനിക്ക് ഇങ്ങനത്തെ പലതും ആവശ്യമുള്ളോ, അത് നിങ്ങൾക്കും അറിയില്ല തങ്ങളെ, അതൊക്കെ ഇവൻ ഈ പെട്ടിയിൽ നിറച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അങ്ങോട്ട് പോയതിന് ശേഷം ഷെയ്ഖുനാന്റെ ഖാദിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഈ ആ പെട്ടി ആ കട്ടിന്റെ ഒട്ടിക്ക് ഇട്ടാൾ. അങ്ങനെ ഓൻ ആ കട്ടിന്റെ ഒട്ടിൽ കൊണ്ടുവച്ചു, മൂപ്പര കട്ടിന്റെ ഒട്ടി തന്നെ, മൂപ്പരൊക്കെ എടുക്കണ കട്ടിന്റെ അടിയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ അവൻ പോയതിന് ശേഷം എന്തിനപ്പോ ഷെയ്ഖുന അതതിന്റെ ചോട്ടിക്ക് ഇട്ടാളെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞെന്താ, ഞാൻ ഇന്ന് നിങ്ങൾക്കും തിരിഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തിരിഞ്ഞിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് തിരിഞ്ഞിക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്, ചരിത്രമാണ്. ഞാനിപ്പോ അത് എന്നോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് പറഞ്ഞില്ല, മൂപ്പര് ആരാന്നുള്ളത് എനിക്ക് തിരിഞ്ഞിക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തിരിഞ്ഞിക്കണം, അത് തിരിഞ്ഞിക്കണം എന്നുള്ളത് ഷെയ്ഖുനാക്കും അറിയാലോ എന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്കതിനൊന്നും ആവശ്യമില്ല തങ്ങളെ, ഞാനെന്താന്ന് പറഞ്ഞാൽ അവൻ ഇതൊക്കെ കൊടുന്നപ്പോഴേ ഓനൊന്ന് ശരിയാക്കി വിട്ടതാ. ഇനി ഓൻ എല്ലാരോടും പോയി പറയട്ടെ, ഞാനൊരു പെട്ടി കൊണ്ടേ കൊടുത്തു, ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണ്, ഇത് കാത്തിരിക്കുന്നു മൂപ്പരെന്നൊക്കെ ഓൻ പറഞ്ഞോളൂല്ലോ. അപ്പൊ എല്ലാവരും ഇതിനെപ്പറ്റി അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ. ആ പെട്ടി ഉണ്ടല്ലോ, അവിടെ ഒരു 4-5 കൊല്ലം ആ കട്ടിന്റെ ഉള്ളിൽ അവിടെ കിടന്നീന്, മൂപ്പരെ തൊട്ടു നോക്കിയിട്ടില്ല. ഇതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുലുലമായ ഖദ്ദസല്ലാഹ്. ആ പെട്ടി ഇപ്പൊ എനിക്കും എനിക്കൊക്കെ പെട്ടി കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കാരണം, പെട്ടി കൊടുന്ന പാടനെ നമ്മൾ വന്ന് ചൂടുള്ള ചായ കൂടി കൊടുക്കൂല. വേഗം ചായ ചൂടാണെങ്കിൽ വേഗം ആറ്റി കൊടുക്കും, വേഗം കുടിച്ചാൾ മനയെന്ന് പറയും. കുടിച്ചിട്ട് വേഗം പൊയ്ക്കോന്ന് പറയും. ആ ബസ് ഇപ്പൊ പോകുന്നറിയും. ഈ ബസ് പറയാൻ കുട്ടികളെ വലിയ ഇതിനോട് വലിയ കമ്പാണ്, പൈസയോടൊക്കെ വലിയ കമ്പ. അങ്ങനെയാണ് മൂപ്പരെ പറ്റി പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. മരിച്ചിന് വരെ അങ്ങനെ തന്നെയാണ്, മൂപ്പര് വഫാത്താണ് വരെ എല്ലാവരും അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞതിന് ശേഷമല്ലേ എല്ലാവരും മൂപ്പരാളാണിപ്പോ. എല്ലാവരും മുമ്പൊരു കവി പറഞ്ഞ മാതിരി എല്ലാരും പറയും ഞാൻ ലൈലന്റെ ആളാണ്, അപ്പോൾ അതിൽ പോകുമ്പോ ഇന്നോടാണ് ചിരിച്ചതെന്ന് പറയും. അപ്പൊ മറ്റോ പറയും ഞാൻ എന്റെ അടുത്ത് ഇപ്പാടും ഇനി ഇന്നോടുകൂടി കൂടിയാണ് ആ ചിരി എന്ന് പറയും. എല്ലാരും മൂപ്പരാളാണ്. ലൈല ലൈല അത് അംഗീകരിച്ചു കൊടുക്കണ്ട, ലൈല ആര്യ ആളല്ല എന്നതുപോലെ മരിച്ചതിന്റെ ശേഷം ഇപ്പം മൂപ്പരെ ദിവസം കാണാത്തവരും മൂപ്പര് നിർദ്ദേശം കൊടുക്കാത്തവരും ഒന്നുമില്ല. അതൊക്കെ വെറുതെ ഓരോന്ന് പറയാം. ഇപ്പൊ ഏറൊരാൾ പറഞ്ഞു, വരക്കരി നേർച്ച ഈ കഴിഞ്ഞ വർഷം ഇല്ല, അതിനുമ്പത്തെ വർഷം, ഈ വർഷം അതിനുമ്പത്തെ വർഷം മുതൽ കുറച്ചുകൂടി ഒന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പൊ ഞാനും അതിന് പ്രത്യേകം താല്പര്യം എടുത്തു, എങ്കിലും അത് ഉഷാറാക്കണം എന്നുള്ളത് എനിക്ക് ഞാൻ മൂപ്പര് സ്വപ്നം കണ്ടിട്ടൊന്നും അല്ല കേട്ടോ, എന്നോടൊന്നും പിന്നെ സ്വപ്നം കണ്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനും മൂപ്പരോടുള്ളൊരു മഹബത്ത്, മൂപ്പരെന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളില് അത്രമാത്രം ഒരു നമ്മൾ നിർബന്ധമായി സ്ഥാനം കൊടുക്കേണ്ട ചിലരുണ്ടല്ലോ, അതൊക്കെ കഴിച്ചാൽ പിന്നെ സ്ഥാനം കൊടുക്കപ്പെട്ട ഏറ്റവും വലിയ വ്യക്തിയാണ്. അപ്പൊ നമ്മളെ വളർച്ചന്റെ മുഴുവൻ ഇതാണ് മൂപ്പരാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ എന്താക്കി, എനിക്കും അത് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതോ വ്യക്തം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടു എന്ത്, പിന്നെ അങ്ങനെ ഈ ഔലിയാക്കന്മാരായി നടക്കുന്ന പല ആളുകളുണ്ടല്ലോ, അതിലുള്ള ഏതാള് എന്നോട് പറഞ്ഞു, കുട്ടിയെ ഈ ഇപ്പൊ അത് നേരാക്കി ഞാൻ ഞാനായിട്ട് ഒരു ബന്ധമില്ല. എന്നിട്ട് മൂപ്പര് നേരാക്കിയത്, മൂപ്പർക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു, മൂപ്പര് ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ എല്ലാവരും മൂപ്പരാള. അപ്പൊ അത് മതി നമുക്ക് എല്ലാവർക്കും മൂപ്പരാളാവാനുള്ള ഒരു അവസ്ഥ. ആ അവസ്ഥ ഉണ്ടായല്ലോ മരിച്ചതിന് ശേഷം. എല്ലാവരും നോക്കുകയാണെങ്കിലും ഒക്കെ ഇപ്പൊ ഞാൻ എന്നോട് അത് പറഞ്ഞിക്കണം, എന്നോട് ഇത് പറഞ്ഞിക്കണം, ഞാൻ മൂപ്പര് പോകുമ്പോ ആ വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ മൂപ്പരെ വണ്ടിയുമ്പോ തൊട്ടിക്കണം. ഇങ്ങനത്തെ പല ബന്ധങ്ങളുണ്ടാവും പലർക്കും. നല്ലത് തന്നെയാണ്, എല്ലാവർക്കും ആളാവാൻ പറ്റിയ, നമുക്കൊരാളാണെന്ന് പറയാൻ പറ്റിയ ഒരാളായിട്ട് ഇപ്പൊ മരണശേഷമെങ്കിലും മൂപ്പരെ എല്ലാവരും അംഗീകരിച്ചല്ലോ, അത് നല്ല സന്തോഷമുള്ള സംഗതി തന്നെയാണ്. അപ്പൊ മൂപ്പര് ഷെയ്ഖുനാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. മൂപ്പര് ഭൗതികമായ താല്പര്യമാകും. മൂപ്പര് പറയലുണ്ട്, ഞാൻ ആര് കവർ വന്നാലും ആ കവർ വേഗം വാങ്ങും. അപ്പോ കൊടുക്കുന്ന ആൾ തോന്നുന്നു, കണ്ടില്ലേ ഈ മോദിയർക്ക് വേഗം ഇതിനോട് ഭയങ്കര ഹിർസാണ്, വേഗം വാങ്ങിയല്ലോ. കൊടുക്കുന്ന ആളെ മനസ്സിലും അത് കണ്ട ആളുകളെ മനസ്സിലും ആ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയാണ് മൂപ്പര് ശ്രമിച്ചത്, ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ സംശയം. എന്നാൽ
നമ്മളൊക്കെ അങ്ങനെയാണോ? നമ്മളാര് തന്നാലും പറയും ഇപ്പൊ വേണ്ടപ്പോ വേണ്ട, അത് വേണ്ടാന്ന് നമ്മൾ പറയുള്ളൂ. എവിടുന്ന് കവർ തന്നാലും അത് വേണ്ടാന്ന് പറയും. അതല്ലെങ്കിൽ കിട്ടും നമുക്ക് ഉറപ്പല്ലേ? നമ്മളിപ്പോ ഒരു പരിപാടിക്ക് പോയി എത്ര വേണ്ട 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 എന്ന് പറഞ്ഞാലും പിന്നെ അങ്ങനത്തെ ഈ സംഘാടകന് അത്ര വലിയ വളവന്മാരൊക്കെ ആവണം. എന്നാ പിന്നെന്താ വേണ്ടാന്ന് മോചിത് പറഞ്ഞിങ്ങനെ കൊടുക്കണ്ട, അല്ല ഞാൻ എങ്ങനെയായാലും തന്നതിനെ വിടുള്ളൂ, അത് നമുക്ക് ഉറപ്പല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മക്ക് എത്രയും വേണ്ട 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 എന്ന് പറയാം. നമ്മളായ അവരെ മുന്നിൽ എന്താക്കുക, നമുക്ക് ദുനിയാവിനോടൊന്നും ഒരു താല്പര്യമില്ലാന്ന് വെത്തി തീർക്കണ ഒരു സ്വഭാവമാണ് ഉണ്ടാക്കുകയാണ് നമ്മൾ. ഷെയ്ഖിന് അങ്ങനെയല്ല, ആളുകളെ മുന്നിൽ ദുനിയാവിനോടൊരു താല്പര്യമുണ്ട് എന്ന് എല്ലാവരും വിചാരിച്ചോട്ടെ, അതിനു വേണ്ടി പറയും. എന്താ കൊടുക്കുന്നതൊക്കെ വാങ്ങും, അയ്യോട്ടി വളരെ സന്തോഷത്തോട് വേഗം വാങ്ങും. അപ്പൊ നമുക്കും തോന്നും കുറച്ചൊക്കെ ഒരു മഹബത്ത് ദുനിയാവിനോട് മൂപ്പർക്കുണ്ട്. മൂപ്പർക്ക് ദുനിയാവിനോട് ഒരു മഹബത്തും ഇല്ലായിരുന്നു. അത് മൂപ്പരൊരു അഭിനയമാണ്. നമ്മളെ മനസ്സിലൊക്കെ അങ്ങനത്തെ ഒരു താല്പര്യക്കാരനാണെന്ന് വെച്ച് തീർക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞുകൊണ്ടതെന്ന് ചോദിച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം നോക്ക്, അവർ ഇൽമിനെ ഭൗതികമായ ഒരു താല്പര്യത്തിന് വേണ്ടിയല്ല അവർ ഇൽമിനെ പഠിച്ചത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും അവർക്ക് കണ്ടില്ലേ. ഈ ഏറ്റവും വലിയ ഷറഫ് ഇവിടെ കിട്ടി, ഏറ്റവും വലിയ ഇസ്സത്ത് കിട്ടി. മൂപ്പര് അവര് പിന്നെ നഫ്സ് അവർക്കുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മൂപ്പര് മറ്റുള്ളവരെ മേലുള്ള ആരിലേക്കും മൂപ്പര് ആഗ്രഹിച്ചിട്ടില്ല. മൂപ്പര കല്യാണങ്ങളൊക്കെ നോക്കിയെങ്കിൽ മൂപ്പര മക്കളൊക്കെ കെട്ടിച്ചു. വളരെ സ്വകാര്യമായിട്ടുള്ള പരിപാടികളായിരുന്നു. വലിയൊരു പരിപാടി ഒന്നും ഉണ്ടായില്ല. വലിയൊരു പരിപാടി ഉണ്ടാക്കുകയാണെങ്കിൽ സ്വർണ്ണ കൂമ്പാരങ്ങളെന്നുള്ളത്. കാരണം താല്പര്യമില്ല, ആവശ്യം നടന്നാൽ മതി. അതാണ് ഖിന എന്ന് പറഞ്ഞാൽ. ആ നഫ്സ് അവർക്കുണ്ടായിരുന്നു. അവരെ കണ്ടില്ലേ വലിയ മഹാബത്തും, അവരെ മുഖത്ത് നോക്കിയിട്ട് തന്നെ എന്തെങ്കിലും ഒന്ന് പറയാൻ ആർക്കും പേടിയുണ്ട്. ഇവിടെ പിന്നെ മുതുവറമ്പത്ത് ഒരു ജുമാ തുടങ്ങാൻ വേണ്ടി ഇരിക്കുക ബഹുമാനപ്പെട്ടവർ വന്നപ്പോൾ അന്ന് സദഖത്ത് കൂടിയാൽ അവിടെ ജുമാ പാടില്ലാമെന്ന് കുത്തുബി തങ്ങൾ. അവര് ശൈഖുന ശംസുൽ അങ്ങനെയല്ല, ഖിയാമത്ത് വരെ ഇവിടെ ഉണ്ടാവുന്ന ഓരോ ആലിമിന്റെയും ശംസുൽ ഉലമയാണ് ബഹുമാനപ്പെട്ടവർ. അപ്പൊ കുത്തുബി തങ്ങൾ ശംസുൽ ഉലമ എന്നുള്ള പേര് അവർക്കുണ്ടായിരുന്നു. അവർ ആ കാലഘട്ടത്തിലുള്ള ഉലമാവിന്റെ ശംസുൽ ഉലമ തന്നെയായിരുന്നു. ആ കുത്തുബി തങ്ങൾ ഫത്വ കൊടുത്തിരുന്നു ജുമാ അവിടെ പാടില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽമാനോട് ഫത്വ ചോദിച്ചപ്പോൾ ശൈഖുന എന്താക്കിയ ഫത്വ കൊടുത്തു, അവിടെ ജുമാ തുടങ്ങാം. അപ്പൊ എല്ലാവരും മനസ്സിലാക്കി എന്താ അറിയോ, മൂപ്പര് പൈസ വാങ്ങി ഫത്വ കൊടുത്താണെന്നാണ്. ഒരു പൈസ വാങ്ങുന്ന ആളാന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ. അപ്പൊ പൈസയ്ക്ക് വേണ്ടി മൂപ്പരൊരു സംഖ്യയും ചെയ്യലില്ല. മൂപ്പര് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യലുള്ളൂ. അങ്ങനെ അവര് ആ ഫത്വ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവര് പറഞ്ഞു, ആരും മൂല്യന്മാരാരും വിളിച്ചിട്ട് തുടങ്ങാൻ തരില്ല, ഞങ്ങളതിനെ വന്ന് തുടങ്ങി തരണം. മൂപ്പരത് തുടങ്ങാൻ വന്നു. അത് തുടങ്ങാൻ വന്ന് പള്ളിന്റെ പടിഞ്ഞാറ് ആ ചെരുവിലിങ്ങനെ മൂപ്പർക്കൊരു പ്രത്യേക കെടുത്താണ്. അതായത് ഇങ്ങനെ ഒരു കാലുമേൽ ഒരു കാല് വെച്ചിട്ട് ഇങ്ങനെ കെടുക്കല്. അങ്ങനെ മൂപ്പര് കെടുക്കുന്ന സമയത്ത് ഒരുപാട് സംസ്ഥാനത്തെ മൂല്യന്മാരും അവിടെ ഉണ്ട്, നമ്മളെ ഉസ്താദന്മാരും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം കൂടിയിട്ട് മൂപ്പരോട് ഇത് ചോദിക്കണമല്ലോ, സഹിയല്ലാത്തൊരു ജുമാ എങ്ങനെ ഇവിടെ തുടങ്ങണമെന്ന്. അപ്പൊ ചോദിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആരില്ല. അവസാനം എല്ലാവരും കൂടി ഒരാളെ തയ്യാറായിട്ട്, ആ ആള് എന്ന് പറഞ്ഞാൽ ഇന്ന് മറുവശത്താണ്, അവരൊരു കോളേജിലെ മുദരിസാണ്. അപ്പൊ അവരെ തയ്യാർ ചെയ്തു. അയാളെ തയ്യാർ ചെയ്തു. അയാൾ എന്തായി വലിയ ധൈര്യത്തിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാറി കുറിച്ച് അങ്ങോട്ട് ചെന്നു. അപ്പൊ ഇയാൾ ഈ വരുന്ന ഒച്ച കേട്ടപ്പോ തന്നെ ഷെയ്ഖുൻ ആരടാതെന്ന് ചോദിച്ചു. അപ്പൊ തന്നെ അയാൾ നെട്ടിയിരിക്കണം ആരടാതെന്ന് ചോദിച്ചപ്പോ. പിന്നെ ഇയാൾ ഇങ്ങനെ വളരെ സാവധാനത്തിൽ വന്നിട്ട് ഷെയ്ഖുനാനോട് പറഞ്ഞു, പിന്നെ ഇതിപ്പോ ഇവിടെ ജുമാ തുടങ്ങുന്നുണ്ടല്ലോ നിങ്ങളെ, ഇതിനൊക്കെ അറിയാമെന്ന് പറയുമോന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഷെയ്ഖുനോട് എണീച്ചിട്ട് ഈ എവിടുന്നാടാ കിതാബ് ഓതിന്ന് വെച്ചു. എന്താ കറിയാന്നുള്ളതിന്റെ മേന, ആ കറിയന്റെ മേന മൂപ്പരുടെ ബയാൻ ചെയ്യൽ തുടങ്ങിയപ്പോൾ ഇത് കേൾക്കാൻ ഇയാളില്ല. ഇയാൾ ഓടിയിരിക്കണ് പേടിച്ചിട്ട്. അപ്പൊ മറ്റോരെല്ലാവരും കൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എന്ത് ഇപ്പൊ കിട്ടുമല്ലോ മറുപടിയും. അപ്പൊ എല്ലാവരും ചോദിച്ചു എന്തേ പറഞ്ഞു എന്ന് ചോദിച്ചു. ഒന്നുമല്ല, അത് നിങ്ങൾക്ക് പണിയാണ് പോയി ചോദിച്ചു നോക്കി, എനിക്ക് ഞാൻ ആവില്ല എന്ന് പറഞ്ഞു. ഇതായിരുന്നു ബഹുമാനപ്പെട്ടവർ ആ മഹാബത്ത്. അപ്പൊ ഇത് നമുക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ, നമ്മൾ ആദ്യം മുതലേ അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇൽമിനെ പഠിക്കുക. ആ ഇൽമിനെ പഠിക്കുമ്പോൾ മഹാനാവുന്ന ശാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞതുപോലെ ഇല്ലെങ്കിൽ കുനിൽ ഉലമാഉ ഔലിയാ അല്ല ഫമനിൽ വലിയ, ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ ഇവിടെ ആരാ വലിയെന്ന് ചോദിച്ചു. അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മളൊക്കെ വിചാരിച്ചെന്താ, നമ്മൾ കിതാബ് ഓതാൻ പോലെ കൂടി നമ്മളൊക്കെ ഔലിയായിന്ന, അത് വലിയായി, അതല്ല അതിന്റെ അർത്ഥം. ആദാബുകൾ
ശർഈയാവുന്ന സർവ്വ സുനനുകൾ ഇതൊക്കെ എന്താക്കുക, കഴിയുന്നത്ര അതിനെ മുറാഅത്ത് ചെയ്ത് അത് ആദ്യത്തെ ഉസ്താദന്മാർ പറയുള്ളൂ. പിന്നെ ചെറുപ്പത്തിൽ ചില കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഞാനൊക്കെ നമ്മളൊക്കെ കുറെ ദർസ് നടത്തിയതല്ലോ, ദർസിൽ 100-120 കുട്ടികൾ നമ്മളെ അടുത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ചില കുട്ടികൾ എന്താവും എന്നറിയോ, ഉസ്താദ് വരുന്നുണ്ടാകുന്ന ചെരുവിലൊക്കെ പോയിട്ടുണ്ടാവും, ഉസ്താദിനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണിക്കാരം. അത് എന്തിനു വേണ്ടി പറഞ്ഞാൽ സുന്നത്തിക്കരിച്ചാൻ പറയുമ്പോൾ മടിയുള്ള ചില ആളുകളുണ്ടാവും. എന്നപ്പോ അത്തയ്യാത്തിൽ ഇങ്ങനെ ഇരിക്കും, ഒരു കുറച്ച് കുറേ നിൽക്കും. എന്നിട്ട് പിന്നെ കാരണം അപ്പൊ തന്നെ ഇരുന്ന ഉസ്താദ് ഇപ്പൊ തന്നെ വരികയാണെങ്കിൽ അത്തയ്യാത്തിൽ എത്തിയാടാന്ന് ചോദിച്ചുകൊണ്ട് അടിച്ചോലോ. അപ്പൊ അവനും കുറച്ചൊക്കെ ഒരു ബുദ്ധി ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ചില കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടികളൊക്കെ നമ്മള് അവരെ കൂടെ നടന്ന് അത് വീക്ഷിച്ച് അവരിൽ ഇന്ന തകരാറുകൾ ഉണ്ട് എന്ന് കാണുമ്പോൾ അവരെ വിളിച്ച് ഉപദേശിച്ച് അത് നന്നാക്കി അവരെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികളോട് പറയാനുള്ളത് എന്താ, ഉസ്താദ് ഞാൻ പറഞ്ഞല്ലോ ഉസ്താദിന്റെ മുഴുവനും അനുസരിക്കാം. ആ അനുസരണം നമുക്ക് പൂർണ്ണമായി നമ്മൾ അനുസരിക്കണം ഉസ്താദന്മാരെ. അപ്പൊ ഉസ്താദന്മാർ നിർദ്ദേശിക്കണ ഓരോ നിർദ്ദേശങ്ങളുണ്ടല്ലോ അത് നമ്മളെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. സുബഹിന്റെ ശേഷം ഖുർആൻ ഓതുക, ഇതൊക്കെ നമ്മളെ തബിയത്തിൽ അത് ഇണങ്ങിച്ചേർന്നിട്ട് പിന്നെ നമുക്ക് ഇഖ്തിയാരി അല്ലാത്ത നിലയ്ക്ക് ഇഖ്തിയാരിയായി ചെയ്യാൻ കഴിയണതായ ഒരു അവസ്ഥ ഉണ്ടാകും. അതാണ് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ അത് ചെയ്തു പോകാൻ. ഇപ്പൊ നിസ്കാരത്തിന് ശേഷം ഇസ്തിഗ്ഫാർ ദിക്റുകൾ പതിവാക്കിയവന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നിങ്ങോട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ ഓൻ അറിയാതെ ഓനെ വരികയാണ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലവീം. അപ്പൊ ത്വബഈയായ നിലയ്ക്ക് ഇഖ്തിയാരി അല്ലാതെ ഇഖ്തിറാറിയായിട്ടുണ്ടാവുന്ന ഒരവസ്ഥ, ഈ അവസ്ഥ നമ്മളിൽ ഇബാദത്ത് നമ്മൾ ശീലിപ്പിച്ചു കൊണ്ടുവരണം. അതാണ്. അപ്പോ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നെ സുബഹിന്റെ ശേഷമുള്ള ഖുർആനോത്ത്, പിന്നെ ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും കിതാബ് ഓത്തും അത് ഓതിപ്പടിച്ചതും അതിനെ വായിച്ചോതി കൊടുക്കണം. ഇതല്ലേ പഴയ ദർസിലെ സമ്പ്രദായം. പഴയ കാലത്ത് കിതാബുകളിലൊക്കെ നോക്കിയാൽ കാണാം മൊഈദ്. എന്താ മൊഈദ് എന്ന് പറഞ്ഞാൽ മൊഈദിന്റെ മേൽ വഖഫ് ചെയ്തത് എന്ന് കാണാം. എന്താ മൊഈദിന്റെ മേൽ വഖഫ് ചെയ്യാന്ന് പറഞ്ഞാൽ, മൊഈദ് എന്ന് പറഞ്ഞാൽ കിതാബ് വായിച്ചോതി കൊടുക്കുന്ന ആളെന്നാണ്. ഉസ്താദ് ഓദീനെ രണ്ടാമത് ആവർത്തിച്ച് വായിച്ചു അതിന് മനസ്സിലായ ചില ആളുകളുണ്ടാവും, അയാൾ അത് വായിച്ചോതി കൊടുക്കും. അപ്പൊ കിതാബ് ശരിക്ക് നമ്മളോടൊക്കെ ഉസ്താദന്മാർ പറയൽ എന്താന്ന് പറഞ്ഞാൽ 3 വട്ടെങ്കിലും കിതാബ് ഒരു മുത്താലായ ചെയ്യണമെന്നാണ്. ഒരു കിതാബ് നമ്മൾ ഓതൊരു കിതാബ് ചുരുങ്ങിയത് 3 വട്ടെങ്കിലും അത് ഓതാം. 3 വട്ടം 4ഉം 5ഉം കിതാബ് ഓതുകയാണെങ്കിലൊക്കെ നമുക്ക് 3 വട്ടം ഓതാനുള്ള സമയങ്ങളുണ്ടാവും. സമയം ഈ കണ്ണി കണ്ട ഫോണിലും മറ്റൊക്കെ ഉപയോഗപ്പെടുത്താതെ ആവശ്യമുള്ളത് മാത്രം. ഭൗതികമായി ആവശ്യമുള്ള പലതും ഉണ്ടാവും, ആ നല്ലതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ നമ്മൾ പത്രം വായിക്കണം, അതിനൊക്കെ ചിലപ്പോൾ ഉസ്താദന്മാരുണ്ടാവുന്ന ഒരു പ്രത്യേകമാവുന്ന ഒരു പിന്നെ നിബന്ധന ഏർപ്പെട്ടും അസറിന്റെ ശേഷം വായിച്ചാൽ മതി. അത് നമ്മളെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണ്. ചില ദർസുകളിലൊക്കെ അങ്ങനെ ഉണ്ട്, ചില ദർസുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമുക്ക് തോന്നുന്നു എന്ത് ഉസ്താദ് നേരം വെളുക്കുമ്പോൾ വായിക്കേണ്ടത് ഇത് സുബൈക്ക് കിട്ടേണ്ട സാധനത്തിന്റെ പത്രം തോന്നും. അതല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം സുബൈക്ക് കിട്ടേണ്ടതല്ല. സുബൈക്ക് കിട്ടേണ്ടതാണ് ഈ ഉസ്താദ് സുബൈക്ക് വായിക്കുമെന്ന് പറയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് 10 മണിക്കോ അല്ലെങ്കിൽ അസറിന്റെ ശേഷമോ എപ്പോഴോ ഉസ്താദ് പറയുന്നത് ആ സമയത്ത് വായിച്ചാൽ മതി. അത്രയുള്ള അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. നമ്മൾ സുബൈക്ക് നമ്മൾ നേരം വെളുക്കുമ്പോൾ എണീച്ച് നോക്കേണ്ട ഒരു സാധനമല്ല പത്രം. കാരണം അതിനേക്കാൾ അഹമായ സംഗതി എന്താ, നമ്മൾ കിതാബ് ഓതുക. കിതാബ് ഓതുമ്പോൾ എന്ത് വേണമെന്നറിയാം, എല്ലാ ഫന്നും ഓതണം. കിതാബ് തിരിയാൻ ആവശ്യമായ ഫന്നുകളുണ്ടല്ലോ, ഏത് കിതാബും എപ്പോഴും ആരിൽ നിന്നും ദർശ എടുത്താനുള്ളതായ ഒരു കഴിവ്. അതാ ആ മൂല്യം വന്നിക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ദർശ എടുക്കാൻ പാടില്ല. ഞാൻ തുഴഫത്തുൽ മുഹ്താജുണ്ടല്ലോ, അത് ഷെയ്ഖുനാന്റെ മുന്നിൽ നിന്ന് ദർശ എടുത്തില്ല. എന്നിട്ടാണ് ഷെയ്ഖുനക്ക് തുഴഫക്ക് ഇജാസത്ത് തരുന്നത്. അറിയോ, ഷെയ്ഖുന നന്ദിയിൽ ഇങ്ങോട്ട് കയറി ഇരുന്നിട്ട് പിന്നെ ഒരു ഹാളുണ്ട്, ആ ഹാളിൽ കടന്ന് മൂപ്പരെ ഒരു കാറിൽ ഇരുന്നിട്ട് 30 മണിക്കൂർ എന്റെ സബുക്ക് കേട്ടിരാശാം. അപ്പൊ നമുക്ക് എന്തുവാണ്, ഏത് കിതാബും ആരെ മുന്നൊന്നും ദർശ നടത്താനുള്ളതായ അതിന്റെ ഒരു കഴിവ്, ആ കഴിവാണ് നമ്മൾ കിതാബിൽ ഉണ്ടാക്കേണ്ടത്. അതോടുകൂടി മറ്റ് ഓരോരുത്തരിലുള്ള ഉണ്ടാവുന്ന പല വാസനകളുണ്ടാവും, അതൊക്കെ പ്രോത്സാഹിപ്പിക്കണം, അതൊക്കെ വളർത്തിയെടുക്കണം. നമ്മൾ പ്രസംഗകരുണ്ടാവും, ആ പ്രസംഗം വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ എഴുത്തുകാരുണ്ടാവും, എഴുത്ത് വളർത്തിയെടുക്കുക. ഇങ്ങനെ ഓരോ എല്ലാ മേഖലയിലും അങ്ങനെയുള്ള ദർസിന്റെ സ്വഭാവം തന്നെ. പഴയ ദർസിന്റെ ഒക്കെ സ്വഭാവം എന്താ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ദർസിന്റെ സ്വഭാവം എന്താ, ബുദ്ധിയുള്ളവനെ മാത്രം എടുക്കുക എന്നുള്ളതല്ല. ബുദ്ധിയുള്ളവനും ഇല്ലാത്തവനൊക്കെ വരും. അതാണല്ലോ ഓരോരുത്തർക്കുള്ള അവരെ ബുദ്ധി അനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തോന്നാണ്. ബുദ്ധി പല ജാതി ഇപ്പൊ കണ്ടില്ലേ, മുക്രിമാർ വേണ്ടേ, മുസ്താദിന് ചെലവ് കൊണ്ടിരുന്ന ചില ആൾക്കാർ വേണ്ടി വരും, മറുസും പഠിപ്പിക്കുന്നവർ വേണ്ടി വരും, കിതാബ് ദർശ നടത്തുന്ന ആളുകൾ വേണ്ടി വരും, ഫത്വ കൊടുക്കാൻ കഴിയുന്നവർ വേണ്ടി വരും,
ഖളാഇന് പറ്റുന്നവർ വേണ്ടി വരും, അതുപോലെ തന്നെ പ്രസംഗിക്കുന്നവർ വേണ്ടി വരും. അപ്പൊ പല രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന പല ആളുകളൂടി ഉണ്ടാവുമ്പോഴേ ഇവിടെ വിശുദ്ധ ദീൻ നിലനിൽക്കുള്ളൂ. അത് വലിയ മഹാന്മാരാവുന്ന ഔലിയാക്കന്മാരും ഈ ദർശനം ഉണ്ടാവേണ്ടി വരും, എല്ലാം ഉണ്ടാവേണ്ടി വരും. അപ്പൊ ഇത് എല്ലാത്തിനും കൂടി പറ്റണതായ നിലക്ക് ഉള്ള ആളുകളെ ഉണ്ടാക്കി തീർക്കലാണ് പഴയ ദർശന്റെ ഒക്കെ സ്വഭാവം. ആ ദർശന്റെ സ്വഭാവത്തിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പല കോളേജുകളൊക്കെ നടന്നു പോകുന്നതും, പ്രത്യേകിച്ച് ഈ സമന്വയ വിദ്യാഭ്യാസത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെയൊക്കെയുള്ള കുട്ടികൾക്ക്, ദർശനുള്ള കുട്ടികളാണെങ്കിലും സമന്വയ വിദ്യാഭ്യാസത്തിലുള്ള കുട്ടികളാണെങ്കിലും ഇവർക്കൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ആത്മീയമായിട്ടുള്ളതായ നല്ലൊരു ശിക്ഷണം, ആ ശിക്ഷണം അവർക്ക് കൊടുക്കണം. ഏത് വരെയെന്നറിയോ, നമ്മളെ വസ്ത്രത്തിലും നമ്മളെ ഓരോന്നിലും അത് കാണണം, ഓരോന്നിലും അത് കാണണം. നമ്മളെ നടത്തത്തിലും ഇരുത്തത്തിലൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് മൂല്യന്മാർക്കൊരു പ്രത്യേക സിയൊന്നുമില്ല, ഏത് വസ്ത്രവും എങ്ങനെയും ധരിക്കാം. അങ്ങനെയൊന്നല്ല. അത് മഹാനാവുന്ന ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിൽ ആ വിഷയം വളരെ വ്യക്തമായ നിലയ്ക്ക് രേഖപ്പെടുത്തിയതാണ്. ഓരോ ദേശത്തും ഓരോ പ്രദേശത്തൊക്കെ ഓരോ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർക്കുണ്ടാകുന്ന വേഷങ്ങളുണ്ടാവും. ആ വേഷം പൂർണ്ണമായിട്ട് ആ പണ്ഡിതൻ ധരിക്കന്നെ വേണം. ഇപ്പൊ നമ്മുടെ നാടുകളൊക്കെ പണ്ഡിതന്മാരുടെ വേഷം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ നാട്ടുകളിലൊക്കെയുള്ള വേഷം. വേറെയുള്ള ചിലപ്പോൾ അങ്ങനെ ഇപ്പൊ യു പിയിലൊക്കെ പോയി നോക്കുക, അവരൊരു കുർത്തിയും അവര് പയ്യാമിയൊക്കെ ഉണ്ടല്ലോ, ഒരു തൊപ്പിയൊക്കെ വെക്കും. അവിടെ അങ്ങനെയാണ് അവരുടെ വേഷം. അനി ആ വേഷം കണ്ട് ഇവിടെ എന്താക്കിക്കളാം. നമ്മൾ ഇപ്പോൾ പഠിപ്പിച്ചാണെങ്കിലും കുട്ടിക്ക് ഈ ടൗസർ ഇട്ട് കൊടുക്കും, മറ്റത് പഠിപ്പിക്കുകയാണെങ്കിൽ ഈ അതല്ല. നമ്മളെ നാട്ടിലെ വേഷം ഉണ്ടല്ലോ, പണ്ഡിതന്മാരുടെ വേഷം, ആ വേഷമാണ് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ടത്. നമുക്ക് തലീകെട്ട് വേണം. തലീകെട്ട് തന്നെ തൊപ്പില്ലാതെ തലീകെട്ടല്ല, തൊപ്പി അടിയിൽ വെച്ചിട്ട് പിന്നെ തലീകെട്ട് കെട്ടണം എന്നാ. അൽ ഫർഖു ബൈനനാ വബൈനൽ ഹുദൂദ് അൽ അമായിമു അൽ ഖൽനിസ്വാന. തൊപ്പി വെച്ചിട്ട് അതിന്റെ മേലെ തലീകെട്ട് കിട്ടുക. ഇതാണ് നമ്മൾ യഹൂദികളും തമ്മിലുള്ള ഫർക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് തൊപ്പിയും വേണം. ഇപ്പൊ തൊപ്പി ഇല്ലാത്തതുകൊണ്ട് തൊപ്പി ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞത്, തൊപ്പി വെച്ച് തലീകെട്ട് കെട്ടിയ ആ സ്വഭാവം ഉണ്ടല്ലോ, ഈ വേഷം നമ്മൾക്ക് വേണം. മഹാനാവുന്ന ഇസ്ബിൻ അബ്ദുസ്സലാം തങ്ങളെ അവര് എല്ലാ പ്രസംഗവേദിയിൽ വരുമ്പോഴും അവർ പ്രത്യേകമായിട്ട് ചില വസ്ത്രങ്ങളൊക്കെ ധരിക്കലുണ്ട്. അപ്പൊ അവർ അതിന്റെ കൂടെ ഫൈലസാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇടലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഈ വയലിന് വരുന്നവർ ഇടുന്നത് പോലെ സെത്തുമൊക്കെ വരുന്ന കുറെ ആളുകളുണ്ടല്ലോ, അവർക്ക് ഇടുന്ന മാതിരിക്കുള്ള ഇടലല്ല. അതല്ല ഫൈലസാൻ എന്ന് പറഞ്ഞാൽ. അതായത് തലീക്കെട്ടിന്റെ മേലെ അത് ഇട്ടിട്ട് ഹത്തീബ് ഖുത്ബ ഓതാൻ വേണ്ടി ഇടുന്ന മാതിരിക്കും. അതായത് അത് 2-3 രൂപത്തിലുണ്ട്. അതിന്റെ രൂപം അതിങ്ങനെ ഇട്ടിട്ട് അതിനെങ്ങോട്ട് പറിച്ചിടാം. ഇങ്ങനെ ഇട്ടിട്ടാണ് മൂപ്പര് എന്തിനു പോകുന്നത്. എല്ലാ വയലിനും ഈ ഇസ്ബിൻ അബ്ദുസ്സലാം തങ്ങൾ പോയിരുന്നത്. ഒരവസരത്തിൽ മൂപ്പര് ഇതൊന്നും ഇടാതെ തന്നപ്പോഴേ സദസ്സിലൊന്നും മൂപ്പര് അംഗീകരിക്കാത്തൊരവസ്ഥ തോന്നി മൂപ്പര്. അപ്പൊ മൂപ്പര് തോന്നി എന്തൊരു കുറവാത്ത് എനിക്കുള്ളത്. അപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് മൂപ്പര് ഇതൊന്നും ഇട്ടിട്ടില്ല. മൂപ്പര് വേഗം പോയി അതൊക്കെ ധരിച്ചു വന്നിട്ട് പിന്നെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴോ കംതഹയ. അപ്പൊ ജനങ്ങൾ മൂപ്പർക്കെന്തായി, ആ കേൾക്കണ ഓരോരുത്തരും മൂപ്പർക്കെന്തായി വൈപ്പെട്ടു. മൂപ്പര് പറയണ പോലെ ശ്രദ്ധിച്ചിരിക്കാനും കേൾക്കാനൊക്കെ തുടങ്ങി. അപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു പുതിയ ഒരു ആശയം പലരിലുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അല്ലാതെ നമ്മളിൽ നിന്നുള്ള പലരിലും ഇതിനൊപ്പം മൂല്യന്മാർക്ക് അത് കുട്ടികൾക്കൊക്കെ പാൻറ് ഇട്ടാൽ പോലെ നല്ലതിനാണ്. കുട്ടികളെ കുറെ അധികം കിട്ടും. പാൻറിലൊക്കെ ഭൗതികമായ ഈ പിന്നെ രൂപങ്ങളൊക്കെ കുട്ടികൾക്ക് ഇവിടെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ഭൗതികമായ ഒരു കുട്ടികൾ ധരിക്കണ ഒരു അത് ഇസ്ലാമികമായ ഡ്രസ്സാണോ അല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അത് ഇവിടെ ഉലമാവ് ധരിക്കുന്ന ഡ്രസ്സല്ല, ആലിമ്യങ്ങൾക്കുള്ള ആ ഡ്രസ്സാണ് നമ്മളെ മുത്താലിമ്യങ്ങളും ഉസ്താദന്മാരൊക്കെ ഉണ്ടത്. അവർ ധരിക്കേണ്ടത് അതാണ്. അപ്പോ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്നുള്ളൊരു തോന്നലുണ്ട്. ഈ വേഷമൊന്നും മാറ്റാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉള്ള കാലത്തോളം അതിനനുവദിക്കൂല, ആരും അനുവദിക്കൂല, യാതൊരു സംശയവും വേണ്ട. അങ്ങനത്തെ ഈ ഡ്രസ്സൊക്കെ അംഗീകരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് മാത്രം ഈ രംഗത്തുണ്ടായാൽ മതി, ആത്മീയങ്ങളായതുകൊണ്ട് പ്രവർത്തിച്ചാൽ മതി. കാരണം ഡ്രസ്സ് എന്നുള്ളതുണ്ടല്ലോ, ഈ സിയ്യ് അതൊരു അവിഭാജ്യ ഘടകമാണ്. മുമ്പ് ഷാഹു വലിയുല്ലാഹി ദഹ്ലവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഷാഹു വലിയുല്ലാഹി ദഹ്ലവി കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പ് വന്നു. മൂപ്പര് ആ പാമ്പിനെ തച്ചുവന്നു. മൂപ്പര് പിന്നെ മൂപ്പര് എഴുത്തു തുടങ്ങി. രാത്രി മൂപ്പര് ഇതൊക്കെ എഴുത്തൊക്കെ അവസാനിപ്പിച്ചു. മൂപ്പര് ഉറങ്ങാൻ കിടന്നപ്പോൾ മൂപ്പരെ പിന്നെ ആരോ വന്ന് പൊക്കിക്കൊണ്ടായത് കൊടുക്കാൻ വലിയൊരു സാഹസിക്കാണ്. അപ്പൊ ആ ഒരു സാഹസിലൊരു ഉയർന്നൊരു പീഠം, ആ പീഠത്തിന്മേൽ ഒരു ജഡ്ജി ഇരിക്കുന്നുണ്ട്. വേറെ ചുറ്റും കുറെ ആളുകളൊക്കെ ഇങ്ങനെ. അപ്പൊ ഇയാളെ കൊണ്ടുവന്നപ്പോ അതിന് ഒരുത്തൻ എനിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു, ഇവനാണ് എന്റെ മകനെ കൊന്നത്, എന്റെ മകനെ ഇവനാണ് കൊന്നതെന്ന് പറഞ്ഞു.
ഇവനാണ് കൊന്നത് എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ അതിന് പിന്നെ സാക്ഷികളെ വിശദീകരിച്ചു, ഈ ഖാദി വിധിച്ചു, പിന്നെ ഖിസാസായിട്ട് കൊല്ലണം ആയിഷാഹു വലിയുവാഹിനെ. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് വേറൊരാൾ എണിച്ചെന്നു പറഞ്ഞു. അയാൾ എണിച്ചെന്നപ്പോ ഷാഹു വലിയുവാഹി ദൈലവി അയാളുടെ രൂപത്തിനെ പറ്റി പറയണേ എന്താ, അയാൾ കണ്ണൊന്നും കാണൂല എന്ന് പറഞ്ഞാൽ വയസ്സായി കണ്ണിങ്ങനെ ആയിരിക്കും. അപ്പൊ അയാൾ എണീച്ച് നിന്നിട്ട് രണ്ട് കണ്ണും ഇങ്ങനെ പിടിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ പിടിച്ചിട്ട് അയാൾ പറഞ്ഞു, പിന്നെ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖുതില ഫീ ഗൈരിhi ഫദബുഹു അദർ. നബി പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും ഒരാളെ അവന്റെ ആ സിയ്യ് ഉണ്ടല്ലോ, ആ സിയ്യ് അല്ലാത്തവർക്ക് കൊല ചെയ്യപ്പെട്ടാൽ അവന്റെ രക്തത്തിലേക്ക് വിലയില്ല. അപ്പൊ ഈ ഹദീസ് കേട്ടപ്പോൾ ഈ ഖാദി മറിച്ചു വിധിച്ചു. ആ വിധിനെ കൊല്ലണ്ടെന്നുള്ള വിധി രണ്ടാമത് വിധിച്ചു. അപ്പൊ സിയ്യിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറയുന്നത്. അപ്പൊ സിയ്യ് എന്ന് പറഞ്ഞത് ഓരോ കാലഘട്ടത്തിലും ഓരോ നാട്ടിലും ഓരോ പ്രദേശത്തൊക്കെ ആലിമീങ്ങൾക്ക് അവരോട് പറ്റിയതായ അവർ ധരിച്ചു വരുന്ന സിയ്യുകളുണ്ടാവും. ആ സിയ്യുകളെയാണ് ഇവിടെയും നമ്മുടെ നാട്ടിലും ആലിമീങ്ങളാവുന്ന ആളുകളും മുത്താലിമീങ്ങളൊക്കെ ധരിക്കേണ്ടത്. അപ്പൊ നമുക്കുള്ളതായ ആ സിയ്യ് ഉണ്ടല്ലോ, ആ സിയ്യ് നമ്മൾക്കുണ്ടാവും. പിന്നെ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിൽ നിന്ന് എന്തുണ്ടാവണം എന്ന് പറയും. എപ്പോ നോക്കിയാലും ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നതായ ഒരവസ്ഥ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ ദർസിൽ കിതാബ് ഓതാൻ വന്നിരുന്നു അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വരുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ ഷാഫി ഇമാം തങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായതുകൊണ്ട് ഒരാളെ മുഖത്ത് നോക്കിയാൽ അല്ല അവനെ സംബന്ധിച്ച് അവനിലുണ്ടാവുന്ന ഖിയാമം വരെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അവൻ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ ശേഷമൊക്കെ ഉണ്ടാവുന്ന സർവ തപവുറാത്തുകളും മനസ്സിലാക്കാൻ ഇമാം ഷാഫി തങ്ങൾക്ക് കഴിഞ്ഞു. ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കുള്ള ഒരു അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽമക്കൊക്കെ ഉണ്ടായ മരിക്ക് ചില നമുക്കൊക്കെ അറിയാം. കുറച്ച് ആ സെലക്ഷന് വന്ന ഒരു 10-25 കുട്ടികളെങ്ങനെ എത്തിയപ്പോൾ മൂപ്പരിങ്ങനെ എല്ലാവരെയും മുഖത്ത് പോകും. ഇത്തരപ്പെടണം ഈ പോവാറ് ഞാൻ അവിടെ പറ്റൂല എന്നാണ്. അപ്പൊ അവനെ പറ്റി പിന്നെ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഇവനൊരു നൂരിഷാ തരീഖത്ത് തന്നെയാണ്. അപ്പൊ നൂരിഷാ തരീഖത്തിൽപ്പെട്ടവനാണ് എന്ന് ആരും പോയി പറഞ്ഞു കൊടുത്തിട്ടൊന്നല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ സെലക്ഷന് വന്ന കുട്ടികളിനെ എങ്ങനെ ഇവനെ അറിയണ്, ഒപ്പരിങ്ങനെ നോക്കണം, നോക്കിയിട്ട് അവനെ വിളിച്ചു. അപ്പൊ അത് മഹാന്മാർക്കുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ അഹ്മദ് ബിൻ ഹംബലിനോട് പറഞ്ഞു. അഹ്മദ് ബിൻ ഹംബലിന്റെ കൂടെ ഒരു 10-14 വയസ്സായ ഒരു കുട്ടി മൂപ്പരൊപ്പം കിതാബ് ഓതാൻ പറ്റും. അപ്പോ ഇമാം ഷാഫി തങ്ങൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇവനെ നാളെ കൊണ്ടുവരേണ്ടെന്ന് പറഞ്ഞു. ഇവനേക്ക് വേറെ ഏതെങ്കിലും ദർസ് കൊണ്ടുപോയി ചേർത്തിക്കാളും, ഇവനെ കൊണ്ടുവരാൻ പാടില്ല. അതിന്റെ കാരണം ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറഞ്ഞാൽ അവരുണ്ടല്ലോ, ഈ ഇവിടെ ഈ ഷാഫി ഇമാമിനെ പോലെ ഒരു മദ്ഹബിന്റെ ഇമാമാവേണ്ട വലിയൊരു മഹാനാണ്. അപ്പൊ അവരെ ചെറുപ്പം മുതലുള്ള കാലഘട്ടത്തിലുള്ളതായ ആ സ്വഭാവങ്ങളൊക്കെ തന്നെ ശരീഅത്തിന്റെ ആ അതിർവരമ്പിന്റെ ഉള്ളിലായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാവണം. ഒരു മോശമായ ജനങ്ങൾക്ക് തെറ്റിദ്ധരിക്കുന്നതായ ഒരു അവസ്ഥ കൂടി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ മൂപ്പര് ഇമാം ഷാഫി തങ്ങളോട് പറഞ്ഞു, ഇവന്റെ പെങ്ങളെ മോനാണല്ലോ. അപ്പോ അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കൂലാണ്. അപ്പൊ ഇമാം ഷാഫി തങ്ങൾ അഹ്മദ് ബിൻ ഹംബലിനോട് പറഞ്ഞു, എടോ ഇത് നിന്റെ പെങ്ങളെ മകനാണെന്നുള്ളത് ജനങ്ങളറിയില്ല. എന്ന് പറഞ്ഞാൽ പിന്നീട് ഇങ്ങനെ വലിയൊരു ആര്യമായി കൊണ്ട് ഉയരേണ്ട ഒരാളാണ്. അപ്പൊ നിന്റെ കൂടെ ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ജനങ്ങൾ പലതും തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ജീവൻ എന്താക്കരുത്, വേറെ എവിടെയെങ്കിലും കൊണ്ടായിരിക്കും, ഇവിടെ കൊണ്ടുവരാൻ പാടില്ല, നിന്റെ കൂടെ കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ തെറ്റിദ്ധാരണകൾക്ക് വകുപ്പുണ്ടാവുന്നതായ ഒരു സംഗതി നമ്മൾ മുത്തഅല്ലിമീങ്ങളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ റസൂലുള്ളാഹി ഇത്തികാഫിരിക്കുമ്പോൾ സഫിയ റളിയല്ലാഹു തആല എന്നെ കാണാൻ വന്നു എന്ന് പറഞ്ഞില്ലേ. സഫിയ റളിയല്ലാഹു അൻഹ കണ്ടതിന്റെ ശേഷം സഫിയാൻ റളിയല്ലാഹു അൻഹന്റെ കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹി എന്താക്കി വീട്ടിൽ കൊണ്ടാക്കുകയാണ്. അപ്പൊ 2 സഹാബികൾ പോകുന്നുണ്ട്. അവരോട് റസൂലുള്ളാഹി എന്ത് പറഞ്ഞു, അലാ റിസ്ലിക്കുമാൻ, എടാ രണ്ടാളോടെ നിൽക്കിന്ന് പറഞ്ഞു. അവിടെ രണ്ടാളോടെ നിന്നു. അവിടെ നിന്നപ്പോ അവരോട് റസൂലുള്ളാഹി പറഞ്ഞു, ആദിഹി സഫിയ്യത്തു ബിൻതു ഹുബയ്യിൻ, ഇത് ഹുബയ്യിന്റെ മകൾ സഫിയാണ്, എന്റെ ഭാര്യയാവണേ. അതെന്താ പറയാൻ കാരണം, ഇത് കേട്ടപ്പോൾ സഹാബത്ത് ഇവർ ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഇതിനെപ്പറ്റി അങ്ങനത്തെ ഒരു ധാരണ ഒരു സഹാബിക്ക് ഉണ്ടാവില്ല. ഉണ്ടായിട്ടാണെങ്കിൽ ആ വഴിയിൽ പോവും. അപ്പൊ ഇവർക്ക് ആ ഒരു ധാരണ അവർക്കുണ്ടാവില്ല. പക്ഷേ അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? അതിനുശേഷം റസൂൽ ഒരു വാക്കുകൂടി പറഞ്ഞു, ശൈത്താൻ നിങ്ങൾ രണ്ടാളും മനസ്സിൽ വേണ്ടാത്തത് വല്ലതും തോന്നിപ്പിക്കും. കാരണം ഇത്തിക്കാഫിന് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പള്ളിയിൽ വന്ന് കൂടിയതാണ്. ഇപ്പൊ കണ്ട ഏതോ ഒരു പെണ്ണിനേറ്റ് പുറത്തു പോകണേ.
അപ്പൊ എന്ന് ഒരു ധാരണ വരുമല്ലോ. അതുകൊണ്ട് റസൂൽ എന്ത് പറഞ്ഞു? സഫിയ്യത്തു ബിൻതു ഹുബൈൻ, ഹുബൈന്റെ മകൾ സഫിയാണ് എന്ന് ആ തെറ്റിദ്ധാരണയോടെ തിരുത്തി കൊടുക്കുകയാണ്. എന്നതുപോലെ നമ്മൾ മുത്താലിമീങ്ങളോ ആലിമീങ്ങളോ ഒക്കെ നമ്മൾ വേണ്ടത് എന്താ? തെറ്റിദ്ധരിക്കപ്പെടുന്നതായ ജനങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനത്തതായ ഒരു വാക്ക് ഇതൊന്നും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ വളരെയധികം എന്താക്കണം, ശ്രദ്ധിച്ചുകൊള്ളണം. കിതാബ് ഓതാൻ വന്നതാണെന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി നമ്മളെ സമയങ്ങൾ മുഴുവനും ഉസ്താദ് നിർദ്ദേശിക്കുന്ന സംഗതികൾ അല്ലാത്തതിൽ വിനിയോഗിക്കാൻ പാടില്ല. ഉസ്താദ് നിർദ്ദേശിക്കുന്നതിന് മാത്രമേ അതിൽ മാത്രം നമ്മൾ വിനിയോഗിക്കണം. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ അഹമ്മദ് ബിൻ ഇവിടെ മാലിക് ഇമാം തങ്ങളുടെ അടുത്ത് കിതാബ് ഓതാൻ ചെന്നു. മാലിക് ഇമാമിന്റെ അടുത്ത് കിതാബ് ഓതാൻ ചെന്ന കാലഘട്ടത്തിൽ മാലിക് ഇമാമിന്റെ ദർസിലുള്ള ആളുകൾ എല്ലാവരും പുറത്ത് കിണിച്ചു പോയി. എന്താ കാരണം എന്നറിയോ? ഒരു ആന വന്നു മദീനത്ത്. ആനെ കാണാൻ വേണ്ടി പോയി. ഇമാം ഷാഫി മാത്രം അവിടെ. അപ്പൊ ഇമാം ഷാഫി തങ്ങളോട് ഇമാം മാലിക് തങ്ങൾ ചോദിച്ചു, എടോ ഈ പോണില്ലെന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം? ഞാൻ ആനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതല്ല, അതിന് മ്യൂസിയത്തിക്കോ അല്ലെങ്കിൽ കാഴ്ചബംഗ്ലാവുക്കൊക്കെ പോവാ, കാഴ്ചബംഗ്ലാവുക്കൊക്കെ പോവാ, ഞാൻ അതിന് വന്നതല്ല, ഞാൻ ഇവിടെ കിതാബ് ഓതാൻ വന്നതാണ്. കണ്ടോ? അപ്പൊ ഇമാം മാലിക് തങ്ങൾക്കുള്ളതായ ആ ഒരു മഹബത്തും കൽബിയാവുന്ന മഹബത്തും ആ തിരുപ്പതിയൊക്കെ ഒന്നുകൂടി ആ കുട്ടീനോട് കൂടുകയാണ്. വളർച്ചന്റെ നിദാനം എന്ന് പറഞ്ഞാൽ അതാ നമ്മൾ ഉസ്താദന്മാർ. ആ ഉസ്താദന്മാരെടുത്ത് നല്ലൊരു പേരുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാം. ഉസ്താദ് പറയണം, വെറുതെ പറഞ്ഞാൽ പറ്റൂല, നിന്നിൽ ഉണ്ടായിട്ട് പറയണം അവൻ നല്ലവനാണ്. ആ നല്ലവനാണ് എന്ന് അവർ പറഞ്ഞാണ്ടല്ലോ ആ വാക്ക് മതിയമ്മ. നമ്മളെ വളർച്ചയ്ക്കുള്ള നിദാനം അതാണ്. മഹാന്മാരാവുന്നതായ മഹത്തുക്കളാവുന്ന ഉസ്താദന്മാര് അവരെ പിന്നെ ബഹുമാനപ്പെട്ട കൊടുമല ഓഫീസിലെ വരെയാണ്. ഞാൻ തുടങ്ങിയതല്ല, ഞാൻ അവസാനിക്കാനായല്ലോ. അപ്പൊ മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാരെ അവരെ നാവിൽ കൂടി നമ്മളെ കൊണ്ട് നല്ലത് പറയുന്നതായ ഒരവസ്ഥ, ആ അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. സാമാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണേ. അവൻ നല്ല കുട്ടിയാണ്, അവന് കിതാബ് തിരും, അല്ലെങ്കിൽ അവൻ അതിനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റുന്നവരെ തന്നെ ആയിരിക്കും നമ്മൾ. ഈ അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എല്ലാ മഹാന്മാരെ പറ്റി നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അവരൊക്കെ ജീവിതത്തിൽ മഹാന്മാരാവുന്ന ഉസ്താദന്മാർക്കുള്ള നല്ലൊരു വാക്കോ അല്ലെങ്കിൽ അവര് നാവുകൊണ്ട് നല്ലത് പറഞ്ഞതൊക്കെ അവരെ ജീവിതത്തിൽ അവരെ വളർച്ചയ്ക്ക് നിദാനമായിട്ടുണ്ടാവും. അധിക വലിയ ആളുകൾ നമ്മൾ ഇപ്പൊ ഷെയ്ഖുന ശംസുൽ എപ്പോഴും പറയലുണ്ട്. മൂപ്പര് പറയുന്നത് എന്റെ ഈ വളർച്ചന്റെ ഒക്കെ നിദാനം എന്ന് പറഞ്ഞാൽ വേലൂർ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ഉസ്താദന്മാരിൽപ്പെട്ട ഒരാള് അന്നിന്റെ പേര് കഴിച്ചു അബദൻ, ഒരു കാലത്തും അള്ളാഹു എന്നെ പരാജയപ്പെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ പിന്നിൽ വലിയ സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഉസ്താദിനെ തൃപ്തിപ്പെടുത്തണേ, ഉസ്താദിന്റെ ആ കൽപ്പനകൾക്ക് അംഗീകരിച്ചും കൊണ്ടിട്ട് അവരെ തൃപ്തിപ്പെടുത്തിയും കൊണ്ടിട്ട് അവരെടുത്തൊരു മർവിയാവുന്ന കുട്ടികളാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അത് നമ്മളെ വിജയത്തിനുള്ളതായ ഒരു പ്രധാന ഒരു കാരണമാണ്. അപ്പൊ അതാണ് ആദ്യമായി നിങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഉസ്താദന്മാരൊക്കെ അവർ നിങ്ങളോട് പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾ അത് പൂർണ്ണമായി അനുസരിക്കുമ്പോഴായിരിക്കും അവർക്ക് നിങ്ങളോടുള്ളതായ മഹബത്തും നിങ്ങളെ സംബന്ധിച്ചുള്ള പ്രശംസയും നിങ്ങളെ സംബന്ധിച്ച് നല്ലത് പറയലൊക്കെ. ഞാനൊക്കെ ഇപ്പോഴും അഭിമാനത്തോടു കൂടി പറയാണ്. ഞങ്ങൾ പട്ടിക്കാട് ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും വാപ്പൂരിയിലൂടെ ആ സംഭവം പറഞ്ഞു. ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിന്റെ അടുത്ത് ഞങ്ങൾ ജമ്മു 2-ാം ദിവസം ഓതുമ്പോൾ ഉസ്താദിനൊരു പിന്നെ പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു ഹർഫ് തെറ്റാൻ പാടില്ല, വായിക്കുമ്പോൾ ഒരു ഹർഫ് തെറ്റാൻ പാടില്ല. അത് എന്താ, തെറ്റിയാൽ അപ്പ ദേഷ്യം പിടിക്കും. അപ്പൊ തെറ്റാതെ വായിച്ചു കൊടുക്കണം. അപ്പൊ പലരും വായിച്ചു. പിന്നെ അവസാനം എന്നോട് തങ്ങൾ വായിക്കുന്നവർക്ക് അങ്ങനെ ഞാൻ ആണ് പിന്നെ ആ ജമ്മു കഴിയുന്നവരെ അവസാനം വായിച്ചു കൊടുത്തത്. അപ്പൊ അവര് പിന്നെ ഒരു അവസരത്തിൽ മൂപ്പര് ഓതി തന്ന ഒരു സ്ഥലത്തിന്റെ ശേഷമുള്ള മത്തിനാണ് പിന്നെ വായിച്ചത് പിറ്റേ ദിവസം. അപ്പൊ ബഹുമാനപ്പെട്ടവർ ഓതിന്റെ അപ്പുറത്തുള്ളത് വായിച്ചപ്പോഴേ മൂപ്പര് ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് കോട്ടുമൽ ഉസ്താദിന്റെ ഒരു ശൈലിയാണത്, പറയും. അപ്പൊ ഇങ്ങനെ 2-3 വട്ടം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ തന്നെയാണ് വായിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങളെ അടുത്ത് പെണ്ണൊന്നും ചെയ്യണം. അപ്പോ കോട്ടുമൽ ഉസ്താദിന്റെ സബുക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറച്ചേ പറയുള്ളൂ.
ആ പറച്ചിൽ പറഞ്ഞാൽ നമുക്കൊരുപാട് മനസ്സിലാവും. അങ്ങനത്തെ ഒരു പ്രത്യേക എന്തോ ഒരു തൗഫീഖ് ആ ദർസിലുണ്ട്. എപ്പോഴും നമ്മൾ പറയണം, കുറച്ചേ പറയുള്ളൂ. അതോടുകൂടിയിട്ട് പ്രത്യേകമായി പറയേണ്ട സ്ഥലത്ത് വല്ലാത്തൊരു പറച്ചിലും പറയും. അങ്ങനെ ഒരു ഇതാണ്. അതേപോലെ തന്നെ ചിലപ്പോ എന്തെങ്കിലും വെമീറുകളോ മറ്റൊക്കെ ഈ വർക്ക് വരുന്ന നേരാണെങ്കിൽ എന്തെങ്കിലും ഒരു പേവ് കുടുങ്ങിയാൽ ഉടനെ തന്നെ നമ്മളവിടെ നിർത്തിയാൽ മതി. എന്നാ പിന്നെ അവിടുത്തെ പറച്ചിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വല്ലാത്തൊരു പറച്ചിലായി. അപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ തന്നെയാണ് വായിക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു പെന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഓദ്യ സ്ഥലത്ത് ഒരു അടയാളം വെച്ചൂടെ എന്നാണ് ഈ കാര്യം ഉസ്താദ് ചോദിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വരെയാണ് വായിച്ചോതി കൊടുത്തിക്കണമെന്ന്. ഞാൻ ഓദിക്കണമെന്ന് പറഞ്ഞില്ല, ഓതി പഠിച്ചിക്കണമെന്നല്ല, ഞാൻ വായിച്ചോതി കൊടുത്തിക്കണം. കാരണം ഞാൻ വായിച്ചോതി കൊടുക്കുന്ന ആളാണെന്നുള്ള ഒരു ഉസ്താദ് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ തരാത്ത ആ മത്തിന്റെ ഷറയിന്റെ അർത്ഥം വെച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ഒക്കെ തറത്തുബിൽ ഹുക്കുമി അലൽ. അപ്പൊ ഞാൻ അവിടെ ഉഷാറായിട്ട് പറയാൻ തുടങ്ങി. അർത്ഥം വെക്ക മാത്രമല്ല, പിന്നെ അതിന്റെ അപ്പുറവും പറയാൻ തുടങ്ങി. മുസ്തഖിന് മേൽ ഹുക്കുമെന്നാ മുസ്തഖിനും ഇല്ലത്താവുന്നൊക്കെ. അപ്പൊ ഞാനിത് വലിയ ഉഷാറാണെന്ന് ഉസ്താദിന് ഇങ്ങോട്ടേ വിചാരിച്ചുള്ള പറച്ചിലാണ്. അപ്പൊ പറഞ്ഞ മതി മതി, ആ വായിച്ചൊക്കെ ഇറങ്ങി നിർത്തിക്കാളിന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇവിടെ ഞാൻ ഇങ്ങോട്ട് ആർക്കും പോയി തരുന്നില്ല, ഇവിടെ നിങ്ങൾ ഉസ്താദൊക്കെ തങ്ങളാണെന്ന് പറഞ്ഞു. ഇതൊരു പൊരുത്താണ്. ഉസ്താദന്മാരെ ആ കൽബിന് നമ്മളെ സംബന്ധിച്ച് അവര് നല്ലൊരാളാണെന്നുള്ളത് പറയാം. എന്നാൽ നമ്മൾ നല്ല വലുതാവൻ നമ്മൾ വലുതാവും, അറിയാതെ വലുതാവും. കണിതുസ്താദ് നമ്മളെ തലയിൽ വെച്ച് വാർക്കവാവു ഫീ എൽമിക്ക് എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട ശേഖന സംശയമ നന്ദിയിൽ ഞങ്ങൾ മുദ്രിസായി വന്നപ്പോൾ എല്ലാ ദിവസവും ബുഖാരിയുടെ ദർസിൽ കുട്ടികളോട് പറയും നല്ല തങ്ങളുട്ടിയാണെന്ന് പറയും, കിതാബിന്റെ തങ്ങളുട്ടിയാണെന്ന് പറയും. ഇങ്ങനെ എപ്പോഴും പറയും. ആ പറച്ചിൽ മതി നമ്മളെ വളർച്ചന്റെ നിദാനാണത്. നമ്മൾ എവിടെയും പയക്കൂല, ഒരു സ്ഥലത്തും പയക്കൂല. നമ്മൾ എത്തേണ്ടതൊക്കെ ആ ശരിയായ റൂട്ടിൽ കൂടിയത് നിർത്തും. ഈ ഒരു സ്വഭാവം ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാതെയായിപ്പോയി. നമ്മൾ അധിക സമയം ഇപ്പൊ നമ്മൾ എന്താണ് വെറുതെ കളിയിലായി കൊണ്ട് കിതാബ് ഓതി പഠിക്കുക എന്നുള്ളത് ഒരു സംഗതി തന്നെ നമ്മളിന്ന് പറ്റെടുത്തു പോയി. ഓരോ ലഘുവും അതിനെ ശരിക്കും അതിന്റെ അർത്ഥവും മാന്യൊക്കെ എത്ര 10 വട്ടം പറഞ്ഞു കൊടുത്താലും തന്നെ കുട്ടിനോട് പിന്നെ ചോദിച്ചു നോക്കുമ്പോൾ അവന് കിട്ടണില്ല. ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, ബുദ്ധിയുണ്ട്, ഉപയോഗിക്കണില്ല. ഈ ഒരു അവസ്ഥയാണെന്നുണ്ട്, വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞതുപോലെ മഹാന്മാരാവുന്ന അമ്പിയാവ്, ആ അമ്പിയാവിന്റെ ഇർഫാവുന്ന ഇൽമ്, അത് ആ ഇൽമ് നമ്മളെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാരിൽ ഉണ്ടായിത്തീർന്ന ആ ഗുണമുണ്ടല്ലോ, ആ ഗുണത്തിന്റെ ഒരു 50% നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓരോ ദിവസവും ഒരു പുതിയ ഇൽമ് കിട്ടിക്കണമെന്നാണ് നോക്കേണ്ടതെന്നാണ്. ഇന്നലത്തെ അല്ലാത്തൊരു ഇൽമ്, ആ ഇൽമ് എന്തായിട്ടുണ്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ ഇല്ലെങ്കിൽ അത് പഠിക്കാം. അങ്ങനെ പഠിച്ചാൽ അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ബർക്കത്തിൽ അല്ലാഹു വർദ്ധിപ്പിച്ചിരുന്ന. അപ്പൊ ആ നിലക്ക് നമ്മള് പിന്നെ കുറെ പിന്നെ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ ലൈസൽ ഇൽമു മാ അഖിവ ബലിൽ ഇൽമു മാ നഫഅ. അപ്പൊ കുറെ ഇക്കുറി ഇതൊക്കെ അല്ല, ഇൽമു എന്ന് പറഞ്ഞാൽ അത് നാഫിയായ ഇൽമാവണം. നാഫിയായ ഇൽമാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ, നമ്മള് പഠിച്ചതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അത് നമ്മളിൽ ഉണ്ടാവണം. പഠിച്ചതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ ഈ പഠിക്കുന്നതിന് വേണ്ടി അതനുസരിച്ച് അമൽ ചെയ്യാണ്. ആ അമൽ അതനുസരിച്ച് കൊണ്ട് നമ്മളിൽ നിന്ന് ഉണ്ടാവണം. ഉണ്ടായാലേ എന്താവുള്ളൂ, നമ്മളെ ഇൽമിൽ ബർക്കത്തുണ്ടാവും. അപ്പൊ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്ത് വലിയ വലിയ മഹാന്മാരെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിക്കും. അത് വളരെ
കിതാബ് അതിന്റെ ഹക്ക് പോലെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂല. അപ്പം ഇപ്പൊ മുഖ്തസറൊക്കെ ഓതുന്ന കുട്ടികളുണ്ടാവും. ഈ മുഖ്തസർ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അത് ഉപയോഗപ്പെടുത്തിയാലേ തഫ്സീർ തിരിയുള്ളൂ. പഴയ കാലത്തൊക്കെ തഫ്സീർ ഓതി കൊടുക്കണേനെ മുഖ്തസർ ഓതി കഴിഞ്ഞതിന്റെ ശേഷം. കാരണം തഫ്സീർ ഖുർആന്റെ ബലാഗത്ത് തിരിയണമെന്നുണ്ടെങ്കിൽ അത് എന്താവണം? മുഖ്തസർ ശരിക്കും ഓതണം. അപ്പൊ മുഖ്തസർ, ശറഹ് തദീബ്, അതുപോലെ തന്നെ ഇൽമുൻ നഹ്വ്, ഉലൂമുൽ അറബിയ എന്ന് പറഞ്ഞ ഈ 12 ഇൽമുകളുണ്ടല്ലോ. ആ 12 ഇൽമുകൾ ഇമാം ഷാഫിഈ തങ്ങളൊക്കെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ? ഇമാം അസ്മഈ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഖറഅതു അശ്ആറുൽ ഹുദലിയീന അലാ റജുലിൻ ഇസ്മുഹു മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ. ഉദലീയങ്ങൾ രചിച്ച അവരൊരു ബെയ്ത്തിന്റെ കിതാബുണ്ട്. അത് ഞാൻ പഠിച്ചത് ആരയിക്കുന്നറിയോ? ഒരാളേക്കുന്നതാണ്, മക്കത്ത് വെച്ച്. ആ ആളെ പേര് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ എന്നാണ്. ഷാഫി ഇമാം അത്ര പ്രസിദ്ധനായിട്ടില്ലെന്ന്. ഷാഫി ഇമാം 21 കൊല്ലത്തോളം ഭാഷ പഠിക്കാൻ വേണ്ടി, അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാ. 21 വർഷത്തോളം മൂപ്പര് അറബി ഭാഷ പഠിക്കാൻ വേണ്ടി മൂപ്പര് എന്തായിട്ടുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഭാഷയിൽ വലിയ പണ്ഡിതൻ ഇമാം ഷാഫിഈ തങ്ങൾ. അതുകൊണ്ടാണല്ലോ അപ്പൊ ഇമാം അസ്മഈ എന്ന് പറഞ്ഞത് ലോകത്തിന്റെ വലിയ പണ്ഡിതനാണ്, വലിയ ഇമാമാണ്. ലോകത്തിന് മൂപ്പര വാക്കിലേക്കാണ് നമ്മൾ മടങ്ങുക തന്നെ. ആ മൂപ്പർ എന്താ ഇമാം അസ്മഈ എന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങനത്തെ ഇമാം അസ്മഈ, ആ ഇമാം അസ്മഈ തന്നെ എന്താ അവർ ലോകത്ത് പഠിച്ചത് ഇമാം ഷാഫിഈന്റേക്കെന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയലുണ്ട്, ഈ ഇമ്പകന്റെ മാവിയാവുന്ന ഇമ്പകന അറബികൾ മരവിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് മരവിപ്പിച്ചിട്ടില്ല. അതിന് ഇമാം ഷാഫിഈ തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ഉമ്മിൽ ഇമാം ഷാഫിഈ തങ്ങൾ ഇമ്പക എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ലക്ഷ്യമാണെന്ന്. അപ്പൊ ഇമാം ഷാഫിഈ തങ്ങൾ ഒരു ലഫ്ദിനെ സംബന്ധിച്ച് അവർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മൂപ്പരൊരു പ്രയോഗം ചെയ്യുകയോ ചെയ്തിട്ടാണെങ്കിൽ അത് ഭാഷയിൽ അത് ഹിജ്ജത്താണെന്നാണ്. അത്രമാത്രം ഭാഷ ശരിക്ക് പഠിച്ച ആളായിരുന്നു ഇമാം ഷാഫിഈ തങ്ങൾ. അപ്പൊ സർവ്വസമയവും നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുക. അതോടുകൂടെ തഖ്വ ഉണ്ടാവുക. തഖ്വ ഉണ്ടാവുമ്പോൾ പ്രത്യേകമാവുന്ന ഒരു തൗഫീഖ് ഉണ്ടാവണം, എന്നാലേ തൗഫീഖ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ തൗഫീഖ് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അതിനാവശ്യമാവുന്ന സംഗതികളൊക്കെ നമ്മളിൽ നിന്നുണ്ടാവണം. ആ നിലക്ക് സർവ്വസമയവും കിതാബോത്തിലും അതിനോട് ബന്ധപ്പെട്ടതിലുമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഭൗതികമായി ആവശ്യമുള്ളതൊക്കെ പഠിക്കുക. ഇത് ഭൗതികമായുള്ളതായ ഒരു ജോലി സമ്പാദിക്കാൻ വേണ്ടി ഉള്ള ഇതൊരു ജോലി സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു പണിയാണെന്ന് ആരും മനസ്സിലാക്കിയത്. ജോലിയൊക്കെ വന്നോളും എന്ന് നമ്മളെ മനസ്സിലുണ്ടാവണം. ജോലിയൊക്കെ ഉണ്ടാവും, അതതിന് പറ്റിയ ജോലിയൊക്കെ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നോക്കുകയാണ്, ഏതെങ്കിലും ഒരു ആലിന് അയാൾ നിയ്യത്ത് നന്നാക്കി കഴിഞ്ഞാൽ അല്ലാഹു ആരിവിടെ കൊടുത്തിട്ടില്ല. എല്ലാ നിലക്കുള്ള സുഖങ്ങളൊക്കെ അവർക്കും കിട്ടും, സുഖത്തിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ. പക്ഷേ സുഖങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി ആകരുതി നമ്മൾ ജീവിക്കുന്നതെന്ന് മാത്രം, അത്രമാത്രമേ. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളെ ദർസുകളിലൊക്കെ മറ്റൊരു തകരാറ് കൂടിയുണ്ട്. ഇന്നിപ്പോ ദർസുകളിലൊക്കെ എന്ന് പറഞ്ഞാല് പരീക്ഷ ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ സമസ്തയുടെ ജമിയത്തുലമന്റെ കീഴ്ഘടകമായ ജമിയത്തുൽ മുദരിസീൻ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ യോഗത്തിലൊക്കെ ചർച്ച ചെയ്ത് എല്ലാ ദർസുകളിലും എങ്ങനെ പരീക്ഷ ഉണ്ടാക്കണം അതിനെപ്പറ്റി പഠിച്ചു എന്നുള്ള ഒരു പ്രത്യേക സമിതിനെ നിയോഗിച്ചിട്ടുണ്ട്. അവരെ റിപ്പോർട്ട് അടുത്ത് കിട്ടും. അതിന്റെ അടിസ്ഥാനത്തിൽ ദർസുകളിലൊക്കെ പരീക്ഷ ഏർപ്പെടുത്തും. അപ്പൊ കുട്ടികളും ഉസ്താദന്മാരൊക്കെ അതിൽ സഹകരിക്കണം. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതല്ല, പക്ഷെ അത് നല്ലതാണ്. ഒരു പരീക്ഷ ഉണ്ടാവുമ്പോൾ ഇപ്പൊ നമ്മൾ കുട്ടികളെ നിലവാരം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പരീക്ഷ ഉള്ള ദർസുകളിൽ അല്ലെങ്കിൽ ഉസ്താദന്മാർ നല്ലവണ്ണം ശ്രദ്ധിക്കണ ദർസുകളിൽ അല്ലെങ്കിൽ കോളേജിൽ നിന്നൊക്കെ വന്ന കുട്ടികൾ അവർക്കൊക്കെ കുറച്ചെങ്കിലും ന്യായവും സർഫും ഇതൊക്കെ മനസ്സിലാക്കി കുറച്ചൊക്കെ ഈ ഭാഗത്ത് വായിക്കാൻ കിട്ടുക. ചില ദർസുകളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ തീരെ ഒരു അറഫും വായിക്കാൻ കിട്ടാത്ത. എന്താണ് ഇതിൽ പറഞ്ഞത്? ഉസ്താദ് ശരിക്കും പറഞ്ഞു കൊടുക്കേറ്റാവൂല. ഉസ്താദ് 3-4 വട്ടമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പറഞ്ഞു കൊടുത്താലും ഇവന്റെ തലയ്ക്ക് തലച്ചോർക്ക് ഇത് കയറിയിട്ടുണ്ടാവില്ല. തലച്ചോറ് അത്ര മോശമായിട്ടുള്ളതിനും കയറാൻ പറ്റുന്ന തലച്ചോറൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചാൽ നമ്മളെ ശ്രദ്ധ നമ്മൾ പല ഭാഗത്തേക്കും തിരിച്ചുവിട്ടാണ്. അതിന്റെ ഏറ്റവും വലിയൊരു കാരണമാണ് ഇവിടെ ഉസ്താദന്മാരൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ മൊബൈൽ എന്നുള്ളത്. അപ്പൊ ഇതിലേക്ക് സർവ്വസമയവും ശ്രദ്ധയും നമ്മളെ ഫിക്റും ഒക്കെ ഇതിലേക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് നല്ല പണ്ഡിതന്മാരാവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കണം. അതിന് വേണ്ടതായ നിർദ്ദേശങ്ങളൊക്കെ ഉസ്താദന്മാർ തരുമ്പോൾ അതൊക്കെ പൂർണ്ണമായി അംഗീകരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്.
അതിൻ്റെ എല്ലാം പുറമെ ഓരോരുത്തരും സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ വക്താക്കളാവുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ 90-ാം വാർഷിക മഹാസമ്മേളനം അടുത്ത ആലപ്പുഴ വെച്ച് 11, 12, 13, 14 തീയതികൾ നടക്കുക. അത് വലിയൊരു ചരിത്ര സംഭവമായിക്കൊണ്ട് മാറ്റണം. അപ്പോൾ അതിനൊക്കെ അവിടെ തന്നെ അത് വന്ന് ആ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത് അവിടെ ഓരോരുത്തരും സ്വയം നിയന്ത്രിതരായി കൊണ്ടിട്ട് അതോടുകൂടി നമ്മളിൽ നിന്ന് നമ്മളെ സമ്മേളനങ്ങളും നമ്മളെ ക്യാമ്പുകളൊക്കെ കണ്ടിട്ട് അത് ഇവിടുത്തെ എല്ലാ സമ്മേളനങ്ങൾക്കും ക്യാമ്പുകൾക്കൊക്കെ ഒരു പാടുകൂടിയാവണം. ആ നിലക്കുള്ള പൂർണ്ണമായ അച്ചടക്കം, ആ നല്ല വിശുദ്ധി, ഇതൊക്കെ നമ്മളെ ഓരോ നിമിഷങ്ങളിലും നമ്മളിലത് പ്രകടനമാവണം. അച്ചടക്കരാഹിത്യങ്ങളൊന്നും ആരും ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് വലിയ വലിയ ആലിമീങ്ങളാവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ ഈ സദസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഈ സദസ്സിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ച ഇവിടുത്തെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, അവർക്കൊക്കെ അല്ലാഹു എല്ലാ ഖൈറിനെയും ബർക്കത്തിനെയും ധാരാളം ചൊരിഞ്ഞെടുക്കട്ടെ. അവർക്കും നമ്മൾക്കൊക്കെ ഉള്ള ഇൽമിൽ അല്ലാഹു ധാരാളം ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ഹർഫ് പോലും ഒഴിവാക്കാൻ പറ്റാത്ത അങ്ങനെ ഉള്ള ഒരു ഉപദേശമാണ് ബഹുമാനപ്പെട്ട തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അത് വിദ്യാർത്ഥികളെല്ലാം പരമാവധി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇനി അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ് നടക്കാനുള്ളത്. ഇവിടെ ഉണ്ടാക്കിയ സൗകര്യം, ഇതിന്റെ സ്റ്റേജിന്റെ ഉമ്മരത്ത് പായ വിരിച്ചു, വഴി ചെറുതാക്കി, വരാന്തയിൽ കസേല നിരത്തി, ബാൽക്കണിയിൽ ആദ്യമായി ഇവിടെ ഒരു പരിപാടി വീക്ഷിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ടും സൗകര്യങ്ങൾ പൂർണ്ണമായിട്ടില്ല. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ എല്ലാ സൗകര്യത്തോടുകൂടെ തന്നെ അതിന് ഉള്ള ഏർപ്പാട് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട കോട്ടമല വാപ്പുസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أوتيتم من العلم إلا قليلا. صدق الله العلي العظيم. വേദിയിലുള്ള ബഹുമാന്യരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ഈ മഹത്തായ പരിപാടിയെ സംബന്ധിച്ച പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, വളരെ ശ്രദ്ധേയമായ ഒരു സംഗമമാണ് ഇവിടെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ 2 മേഖലകളാക്കി ആ മേഖലയിലുള്ള മുത്തഅല്ലിമീങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠന വേദിയാണ് ഇന്നിവിടെ നടക്കുന്നത്. വളരെ പ്രധാനമായ 2 വിഷയങ്ങൾ ഈ സംഗമത്തിൽ അവതരിപ്പിക്കപ്പെടുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി നമ്മളുടെയൊക്കെ ജീവിതം അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ്
ഇനി നമുക്കുള്ള ഉത്തരവാദിത്വം. ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രസംഗം കഴിഞ്ഞു. ഒരു മുത്തഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ടാകേണ്ടുന്ന എല്ലാ ഗുണങ്ങളും എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഏകദേശം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വിഷയ അവതരണമായ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീനിനെ ഈ സമുദായത്തിന്റെ കാവൽക്കാരായി ദീനിനു വേണ്ടി നിലകൊള്ളേണ്ടുന്നവർ ഈ സമുദായത്തിലെ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, അവർ അവരുടെ ജീവിതകാലം മുഴുവനും ആലിമീങ്ങളാണെങ്കിലും മുത്തഅല്ലിമീങ്ങളായിട്ടാണ് അവർ ജീവിക്കുന്നത്. കാരണം ഇൽമിന്റെ ആഴവും പരപ്പും ആർക്കും തന്നെ അളക്കാൻ കഴിയുകയുമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥവും അതാണ്, മാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് അറിവിന്റെ ചെറിയൊരു തെല്ല് മാത്രം കടിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. ആരോടാണ് ഈ പറയുന്നത്? ലോകപ്രസിദ്ധരായ, പ്രശസ്തരായ, പ്രഗത്ഭരായ ആലിമീങ്ങൾ, അല്ലാമകളായ മഹാപണ്ഡിതന്മാരൊക്കെ ഉൾപ്പെടുന്ന ഈ സമുദായത്തോടാണ് അല്ലാഹു വിശുദ്ധമായി വാക്കിലൂടെ പറയുന്നത്, മാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഇൽമിൽ നിന്നൊരു ചെറിയ ഒരു അംശം മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീനിന്റെ പ്രബോധനത്തിന് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അന്ത്യനാൾ വരേക്കും ഈ ദീനിനെ ഇവിടെ നിലനിൽക്കാനുള്ളത് ആ ദീനിന്റെ അറിവാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനത്തെ അറിവ് കൊണ്ട് ദീനിനെ നിലനിർത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഖുർ റബ്ബി സിദ്നി ഇൽമാ. നബിയെ തങ്ങൾ പറയണം, പടച്ചവനെ എനിക്ക് നീ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണേ. അപ്പൊ ഇൽമിന് അറ്റമില്ല, അവസാനമില്ല എന്നാണ് അതിന്റെയൊക്കെ അർത്ഥം. എത്ര ലഭിച്ചാലും അതുകൊണ്ടൊന്നും ഇൽമ് പൂർണ്ണമാകുന്നില്ല. ഇനിയും ധാരാളം പഠിക്കാനും അറിയാനും ഉണ്ട് എന്നതാണ് ഈ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാന്മാരായ ദീനിന്റെ അഇമ്മത്തുകൾ, ഉലമാക്കൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയുള്ള അവരുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അവരെ വഫാത്ത് വരെ അവർ പഠിക്കുകയാണ്. അവർ പഠിപ്പിക്കൽ മാത്രമല്ല, അവർ പഠിക്കുകയുമാണ്. വലിയ വലിയ മഹാപണ്ഡിതന്മാരായ ഇമാമിയങ്ങൾ പോലും മറ്റുള്ള ഉസ്താദുമാരെടുത്ത് പോയിട്ട് പഠിക്കുക. അപ്പൊ ഈ പഠനം എന്ന് പറഞ്ഞത്, ഈ തഅല്ലുമ് എന്ന് പറഞ്ഞത്, ഇൽമ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ അത് നിർബന്ധമാണ്. തഅല്ലും, ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇൽമ് തഅല്ലുമ് കൊണ്ടാണ്. ഇൽമ് കിട്ടണമെങ്കിൽ പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഇൽമ് പൂർത്തിയാകുമെന്നല്ല, പഠിക്കും തോറും ഇൽമ് ഇങ്ങനെ കൂടി 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 വരും. അപ്പൊ ആ ഒരു സ്ഥിതിയിൽ ആ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ. മുത്തഅല്ലിമീങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഈ പരിശുദ്ധമായ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന് വളരെ മഹത്വമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ധാരാളം നമുക്ക് മനസ്സിലാക്കി തരുന്നു. മുത്തഅല്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിന് വലിയ മഹത്വം. അതുകൊണ്ടാണല്ലോ മലക്കുകൾ പോലും മുത്തഅല്ലിമീങ്ങൾ പോകുന്ന വഴിയിൽ അവർക്ക് തണലായിക്കൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ ചിറക് നീർത്തി അവരെ ആദരിക്കുന്നുണ്ട് എന്ന് ഹദീസ് ഷരീഫിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. മറ്റാർക്കും കിട്ടാത്തൊരു കാര്യമാണല്ലോ അത്.
അള്ളാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് അർശിന്റെ തണല് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ഇൽമിലൂടെ വളർന്നു വരുന്നവരാണ്. ഒമൻ നശാ ഫീ ഇബാദത്തില്ലാഹ്, അള്ളാഹുവിന്റെ ഇബാദത്തിൽ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ ഏറ്റവും അതിന്റെ മുഖ്യമായ ഭാഗം ആ ഇബാദത്ത് ഇബാദത്താകല. ആ ഇബാദത്ത് ഇബാദത്താകണമെങ്കിൽ അതിന്റെ അറിവുകൾ ആവണം. അങ്ങനെയുള്ള അറിവ് ഉള്ളവര് ആ അറിവിലൂടെ, അറിവ് തന്നെയും ഇബാദത്ത, തഅല്ലും എന്ന ഇബാദത്ത, തഹ്ലീം ഇബാദത്ത. അതുകൊണ്ടാണ് തഅല്ലുമിനും തഹ്ലീമിനും വേണ്ടി സുന്നത്ത് നമസ്കാരങ്ങൾ പോലും മാറ്റിവെക്കാമെന്ന് പരിശുദ്ധ ദീൻ അനുവദിച്ചു. അങ്ങനത്തെ ഒരു സന്ദർഭം വന്നാൽ അതുമായി ശുഗലാകുന്ന ഒരാൾക്ക് ഇതിൽ പോലും ഒരളവ് പരിശുദ്ധ ദീൻ നൽകുന്നുണ്ട്. അപ്പൊ അത്രയും വലിയ ഇബാദത്താകുന്ന ഈ തഅല്ലും, ആ തഅല്ലുമുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മളുടെ ഈ ജീവിതകാലം, പഠിക്കുന്ന കാലം, പഠനകാലം, അതിൽ നമുക്ക് ശരിയായ ഒരു ലക്ഷ്യവും ബോധവും ഉണ്ടാവണം. ആ ലക്ഷ്യത്തിനനുസരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ പാടുള്ളൂ. നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പാടില്ല. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ തഅല്ലുമിന്റെ ലക്ഷ്യം ശരിയാവൂല. തഅല്ലുമിന്റെ ലക്ഷ്യം ശരിയാവണമെങ്കിൽ നമ്മളുടെ ജീവിതം അതിനനുസരിച്ച് ചിട്ടപ്പെടുത്താൻ സാധിക്കണം. അതിലൂടെ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ പറഞ്ഞു, ഈ തഅല്ലും, ആ തഅല്ലും ശരിക്കാവണമെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം വിശുദ്ധമാകണം. ജീവിതം വിശുദ്ധമാകുക എന്ന് പറഞ്ഞാൽ അപ്പോഴേ നമ്മളെ ഇൽമ് നാഫിയാവുള്ളൂ. ഇൽമ് കിട്ടും, പക്ഷെ ഇൽമ് നാഫിയാവണം. നാഫിയായ ഇൽമ് വേണമെന്ന് അള്ളാഹുവിനോട് നമ്മളൊക്കെ പറയുന്നു. എന്നാൽ ഈ നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നാഫിയ ഇൽമ് ഉപകരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം അതിന്റെ ഉപകാരം നമ്മളിലാ കാണേണ്ടത്. നമ്മൾ പഠിച്ചത് നമ്മളിൽ കാണണം. അപ്പോഴാണ് നമുക്ക് നാഫിയായ ഇൽമ് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള അറിവ് നാഫിയായ നിലക്ക് ആക്കിയെടുക്കാൻ ഈ തഅല്ലുമിന്റെ കാലത്ത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഈ ശ്രമവും ഈ ഉത്തരവാദിത്വം ഒക്കെ തന്നെ ഫലപ്രദമാവുകയുള്ളൂ. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒന്നാമതായി ഉണ്ടാകേണ്ടത് അദബാണ്. അദബ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അസുലാണ്, ഉസൂലാണ് അദബ്. അദബ് എല്ലാറ്റിലും അദബ് ഉസൂല, പ്രത്യേകിച്ചുമാണ് ഇൽമില്. കാരണം ഇൽമ് കിട്ടണമെന്നുണ്ടെങ്കിൽ അദബ് വേണം. അദബില്ലാത്തവർക്ക് ഇൽമ് കിട്ടൂല. കിട്ടിയാൽ തന്നെയും ആ ഇൽമ് നാഫിയാവൂല. ഞങ്ങൾക്കെങ്കിലും കിട്ടിയെന്ന് വെക്കുക, അത് നാഫിയാവൂല. അങ്ങനെയാണ് പരിശുദ്ധമായ ഇൽമിന്റെ ഏറ്റവും വലിയ ആ ഇൽമ് ഫലപ്രദമാകുന്ന രീതിയിലേക്ക് എത്താൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച അതിന്റെ ഒരു ഷർത്ത്, അതാണ് ഈ പറയുന്ന അദബ്. അപ്പൊ അദബുണ്ടാകണം. അദബ് എന്ന് പറഞ്ഞാൽ അദബ് ഇൽമ് പഠിക്കുന്ന കാലം മുതൽ മരിക്കുന്നവരേക്കും ഇൽമുണ്ടാകണം, അദബുണ്ടാകണം എന്നാണ്. എവിടുന്ന് അങ്ങോട്ടാണോ നമ്മൾ ഇത് തുടങ്ങുന്നത് അവിടെ മുതൽ മരിക്കുന്നവരെ, അതാണ് അദബ് എന്ന പദപ്രയോഗം തന്നെ. അദബ് എന്ന പദപ്രയോഗത്തിന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് അതിനെ വിശദീകരിച്ചു കൊടുത്ത് കാണും. അദബ് എന്ന് പറഞ്ഞാൽ 3 അക്ഷര, അലിഫും ദാലും ബാവും 3 അക്ഷര. ഈ 3 അക്ഷരങ്ങളെ വിവിധ രൂപത്തിൽ അൽഫാളുകളാക്കി മാറ്റിയാൽ ഉണ്ടാകുന്നത് എന്താണോ അതാണ് യഥാർത്ഥത്തിൽ അദബ്. അദബിൽ അലിഫുണ്ട്, ദാലുണ്ട്, അലിഫുണ്ട്, ദാലുണ്ട്, ബാവുണ്ട്. എന്നാൽ ഈ അലിഫ്, ദാല്, ബാവിനെ ബാവ്, ദാല്, അലിഫ് എന്നാക്കിയ ബദല് എന്നായി. ദാല്, ബാവ്, അലിഫ് എന്നാക്കിയാൽ ദാല്, ദാല്, ആറ്, അലിഫ്, ബാവ് എന്നാക്കിയ ദൽബ് എന്നായി. ആ അലിഫ്, ബാവ്, ദാല് എന്നാക്കിയ അബദ് എന്നായി. അപ്പൊ ചുരുക്കത്തിൽ ഈ പദത്തെ, ഈ അക്ഷരങ്ങളെ വ്യത്യസ്തമായ അറബി പദങ്ങളാക്കി മാറ്റിയാൽ അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ അദബ് എന്ന് പറഞ്ഞത്. അവസാനം വരെ നമ്മളുടെ ജീവിതകാലം കഴിയുന്നവരെ നമ്മളെ കയ്യിൽ വേണം. അദബ് മിനൽ ബദ്ഇ അബദൻ ഇലൽ അബദ്, ദഅബൻ ഇലൽ അബദ്, അതാണ് ഈ അദബിന്റെ പ്രയോഗം. അപ്പൊ നമ്മൾക്ക് എപ്പോഴും നമ്മളടുത്ത് അദബ് വേണമെന്നുള്ളതാണ്. അതാണ് പൂർവിക ചരിത്രങ്ങൾ. മഹാന്മാരായ നമ്മളുടെ പൂർവികന്മാരായ മുതഖദ്ദിമീങ്ങളൊക്കെ അവരുടെ ജീവിതം അത്രമാത്രം
അതപിറ്റ ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇൽമ് അത്രത്തോളം വർദ്ധിപ്പിക്കാനും സാധിച്ചത്. വലിയ വലിയ മഹാന്മാരുടെയൊക്കെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ തന്നെ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ഇന്നിപ്പോൾ അതൊക്കെ വിട്ട് അതൊന്നൊരു വിഷയമല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതിൽ ഏറ്റവും വലിയത് അദബ് എന്ന് പറഞ്ഞാൽ അദബ് കാണിക്കേണ്ടത് അവരവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട് കാണിക്കണം. ആ അദബ് അത് പറ്റേ ഇല്ലാതെയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ അവരൊക്കെ എന്താച്ചാൽ പൊതുവിലുള്ളൊരു ധാരണ അങ്ങനെയാണ്, അഹ്നു റിജാലും ഒഹും റിജാൽ, എന്താ പോലും നമ്മളേറ്റ് പോലും കുറച്ച് കൂടുതൽ അറിയുന്നല്ലാതെ വേറെന്താ എന്ന ഒരു ധാരണ, ഒരു തെറ്റായ ധാരണ മുത്തഅല്ലിമീങ്ങളിൽ പല മുത്തഅല്ലിമീങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഉണ്ടാകുന്നത് അപകടം, അവനെ ആക്തിബത്ത് മോശമായിപ്പോകും. തീർച്ചയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളുടെ മുന്നിലുള്ള ചരിത്രങ്ങൾ അങ്ങനെയാണല്ലോ. ആക്തിബത്ത് മോശമായിപ്പോകും. ഇൽമ പഠിച്ചാൽ ആ പഠിച്ച ഇൽമ ഫലപ്രദമാവുകയില്ല, അത് ഉപകരിക്കുകയില്ല, ഉപകാരപ്രദമായ അറിവാവുകയില്ല. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് നമ്മളുടെ ഈ തഅല്ലുമിന്റെ കാലഘട്ടം, നമ്മളുടെ ജീവിതം സമ്പുഷ്ടമാവാൻ ആവശ്യമായ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അതിൽ പരിഗണിച്ചുകൊണ്ടിരിക്കണം. ഇബാദത്ത് നമുക്ക് നിർബന്ധമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഹസനാത്തുൽ അബ്റാരി സയ്യാത്തുൽ മുഖറബി എന്ന് പറഞ്ഞ ഒരു തത്വം ഉണ്ടല്ലോ. എന്നതുപോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫളായിലുകള് ഒക്കെ ഫറായിലുകളാണ്. ഫറായിലുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളിരുന്നത് ഒരിക്കലും പോകാൻ പാടില്ല. ആ ഫളായിലുകൾ സുന്നത്തുകളൊക്കെ ആണെങ്കിലും അത് നമ്മളെ കയ്യിൽ നമുക്കത് ഫർള് പോലെ വിട്ടുകൂടാ എന്നുള്ള ആ ഒരു നിർബന്ധം ആ കാര്യത്തിൽ നമുക്കുണ്ടാവണം. അങ്ങനത്തെ നിലക്ക് നമ്മളെ ജീവിതം ചിട്ടപ്പെടുത്തുക. എന്നാൽ മാത്രമേ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ, ഇമാം മാലിക് തങ്ങളടുത്തേക്ക് മദീനയിലേക്ക് ഓതാൻ പോയി. ബഹുമാനപ്പെട്ട അവിടുന്ന് മാലിക് ഇമാമിന്റെ അടുത്ത് ചെന്നിട്ട് ആദ്യമായി മാലിക് ഇമാം ഷാഫി ഇമാമിനെ ഇന്റർവ്യൂ ചെയ്തത് ഒരു ദിവസം മാലിക് ഇമാമിന്റെ വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ടാണ് ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ എന്താ ചെയ്തത്? രാത്രി സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രണ്ടുപേരും ഉറങ്ങാനുള്ള ഭാഗങ്ങളിലേക്ക് പോയി. ഷാഫി ഇമാമിന് ഉറങ്ങാനുള്ള ഒരു ഭാഗം, ഒരു സ്ഥലം അവർക്ക് കാണിച്ചു കൊടുത്തു അവിടെ ഉറങ്ങാൻ വേണ്ടി. അപ്പൊ വീട്ടിലുണ്ടായിരുന്ന വേലക്കാരിയായ പെണ്ണിനോട് സാധാരണ ഇമാം മാലിക് തങ്ങൾക്കുണ്ടാകുന്ന ആദത്ത് പോലെ തന്നെ ഇമാം ഷാഫി തങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് ഒരു ലേശം വെള്ളവും രാത്രി എഴുതിച്ച് താജു നിശ്ചയിച്ചാണ് ഉള്ളുണ്ടാക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇമാം ഷാഫി തങ്ങൾ ആ റൂമിൽ താമസിച്ചു. ഷാഫി ഇമാം അങ്ങനെ, മാലിക് ഇമാമ മറ്റേ ഭാഗത്തുനിന്ന് താമസിച്ചു. സുബഹി സമയത്ത് എണീറ്റ് നോക്കുമ്പോൾ ഈ വെള്ളം അനങ്ങിയിട്ടില്ല. വെള്ളയിൽ തന്നെ ഇരിക്കുകയാണ് ഷാഫി ഇമാമിന്റെ. മാലിക് ഇമാമിന് വല്ലാത്തൊരു അത്ഭുതം. സുബ്ഹാനല്ലാഹ്, മുതഅല്ലിമുൻ യത്റുക്കു തഹജ്ജുദ. സുബ്ഹാനല്ലാഹ്, മുതഅല്ലിമുൻ യത്റുക്കു തഹജ്ജുദ. എന്താണ് ഇതിലപ്പറഞ്ഞ്? മുതഅല്ലിമാകാണോ? ആ മുതഅല്ലിമാകുകയാണെങ്കിൽ പിന്നെ തഹജ്ജുദ് ഒഴിവാക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ അന്ന് മുതൽക്ക് മരണം വരേക്കും തഹജ്ജുദ് ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല എന്ന്. അപ്പൊ അതാണ് ജീവിതം. അതാണ് ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഫറായിലുകളായി മാറുന്നത് അതാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല നിഷ്കർഷതയോടുകൂടി ശരിക്കും നമ്മളുടെ അമലുകളൊക്കെ നന്നാക്കി, അങ്ങനെ മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം എന്നാണല്ലോ. പഠിച്ചതിനനുസരിച്ച് അമൽ ചെയ്താൽ പഠിക്കാത്തതും കൂടി അള്ളാഹു അവർക്ക് അവന്റെ വകയായി ലദുനിയായിട്ട് കൊടുക്കുന്ന. അപ്പൊ പഠിച്ചതിനനുസരിച്ച് അമൽ ചെയ്യണം. അപ്പൊ അമൽ നമ്മളുടെ ഈ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. അപ്പൊ അതും കൂടി കണക്കിലെടുക്കുമ്പോൾ നമ്മളുടെ ജീവിതം ചിട്ടപ്പെടുത്തി നന്നാക്കി എടുത്ത് ഇൽമിനെ പാകപ്പെടുത്തുക. നമ്മൾ ഇൽമിനെ പാകപ്പെടുത്തുക. ഇൽമ് എന്ന് പറഞ്ഞാൽ അൽ ഇൽമു യൂത്താ വലാ യഅ്തീന. ഇൽമ് ഇങ്ങോട്ട് വരൂല, അങ്ങോട്ട് ചെല്ലണം. ഇൽമിന്റെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലണം, ഇൽമ് നമ്മളെ തേടി ഇങ്ങോട്ട് വരൂലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അതിനനുസരിച്ചുകൊണ്ട് ഇൽമ് കിട്ടുന്ന മാർഗങ്ങളൊക്കെ സ്വീകരിച്ച്, കിതാബുകളാണെങ്കിൽ കിതാബുകൾ എടുത്തു വെച്ച് നന്നായി ഓതി വീണ്ടും ഓതി മുതാല ചെയ്ത് അങ്ങനെ ഇൽമിനെ അങ്ങോട്ട് അതിന്റെ കൂടെ അങ്ങോട്ട് കൂടി ചെല്ലുമ്പോഴാണ് ആ ഇൽമ് ഇങ്ങനെ നമ്മളോട് ഇണങ്ങി വരുള്ളൂ.
ഇങ്ങോട്ട് ഇണക്കുകയാണ് ഇൽമിനെ ഇണക്കണമെന്നുണ്ടെങ്കിൽ അതിന് നന്നായി എന്ത് ചെയ്യണം, അതിനോട് അങ്ങോട്ട് അടുപ്പം കാണിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതം ഉള്ള സമയങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സമയങ്ങളൊക്കെ തഅല്ലുമിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ അമൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നന്നായി നമ്മളുടെ ജീവിതം അമലുകളൊക്കെ തന്നെ ചിട്ടപ്പെടുത്തി നന്നാക്കുക. ആ രീതിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ വക്കീൽ പറഞ്ഞ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയോട് ശക്കൗത്തുവില വക്കീൽ സൂഅഹിഫ്ളിൻ പഠിച്ചതൊന്നും ഓർമ്മ കിട്ടണില്ല. ഞാൻ എൻ്റെ ഉസ്താദിനോട് ചെന്നിട്ട് പറഞ്ഞു എന്താ അറിയില്ല, പഠിക്കണതൊന്നും എനിക്ക് മനസ്സിൽ നിൽക്കണില്ല, പഠിക്കുക അപ്പൊ തന്നെ അത് പോകും. ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അർഷദനീല തെർക്കിൽ മആസിന. പക്ഷെ വക്കീൽ എന്താ പറഞ്ഞത് എന്നാൽ ഷാഫി ഇമാമിനോട് പറഞ്ഞു, നീ എല്ലാ കുറ്റങ്ങളും തെറ്റുകളും ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കണം, അതൊക്കെ ഒഴിവാക്കണം. എന്തെങ്കിലും ചെയ്യുന്നതിനെ അതൊക്കെ ഒഴിവാക്കി ജീവിതം പരിശുദ്ധമാക്കി. കാരണം ഫഅലമനി ബി അന്നൽ ഇൽമ നൂറു വനൂറുല്ലാഹി ലാ യുത്താലി ആസിൻ. ഇൽമ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ പ്രകാശം. അള്ളാഹു നൂറു സമാവാത്തി വല്ലാഹു, ലോകം മുഴുവനും അള്ളാഹു പ്രകാശിപ്പിക്കുകയാണ്. ആ പ്രകാശിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇൽമ കൊണ്ടാണ് ആ പ്രകാശം വരുന്നത്. അങ്ങനത്തെ ഒരു പ്രകാശം ഒരു കൽബിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ കൽബ് നല്ല തെളിഞ്ഞ കൽബാകണം. എങ്ങനെ തെളിയ? ദോഷങ്ങളും കുറ്റങ്ങളും തെറ്റുകളും ഒന്നുമില്ലാത്ത നല്ല വിശുദ്ധമായ തെളിഞ്ഞ ഹൃദയമാണെങ്കിൽ ആ ഹൃദയത്തിലൊക്കെ ഇൽമ കടക്കുക, ആ പ്രകാശം കടക്കുക. അങ്ങനെ കടക്കാൻ ഇൽമ ശരിക്കും കിട്ടാൻ അവനൊക്കെ ആവശ്യമായ കാര്യമാണ് ഇത്തരം ഈ ജീവിതങ്ങൾ ഒക്കെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഇൽമിന് പറ്റുന്ന നിലക്ക് ആക്കിയെടുക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മുത്തഅല്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോ ഒരു ഓതിയിരുന്ന കാലത്ത് ഓലെടുത്ത് ഓതുന്ന നമ്മളോട് ഓല പറയും. ഓല ജീവിതകാലം എങ്ങനെ? ഇപ്പൊ മലപ്പുറത്തുണ്ടായിരുന്ന നമ്മളെ ഉസ്താദന്മാരൊക്കെ പരപ്പനങ്ങാടിക്ക് ഓതാൻ പോയിരുന്നത് നടന്ന. ഇവിടെ നടന്നു പോകാൻ പറഞ്ഞാൽ എത്ര കിലോമീറ്ററാ പരപ്പനങ്ങാടിയിലേക്ക്? പരപ്പനങ്ങാടിയിലേക്ക് നടന്നു പോകും 10-30 കിലോമീറ്റർ. ഈ 30 കിലോമീറ്റർ നടന്ന് ഇവിടുന്ന് സുബഹിന്റെ മുമ്പ് 4 മണിക്ക് നീച്ച് ഇവിടുന്ന് പുറപ്പെട്ട ഇങ്ങനെ നടന്ന് നടവഴിയായിട്ട് പോയിട്ട് വഴിക്ക വെച്ച് എവിടെയെങ്കിലും ഒരു മക്കാനിയാണെന്ന്, അത് ഹോട്ടലും ഇതൊന്നുമില്ല, ഇപ്പത്തെ ഇതൊന്നും ഫാസ്റ്റ് ഫുഡൊന്നും ഒന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ കയറി അവിടെ ചെന്നിട്ട് അവിടെ ഒരു ചായ എന്തെങ്കിലും ഒരു കടിയും ആ പോകുന്ന വഴിക്ക് അത് കഴിക്കും, വീണ്ടും നടക്കും. അങ്ങനെ നടന്നു പോയി അങ്ങനെ ഓതി അവരൊക്കെ പഠിച്ചവരാണ്. അവര് പറയാറുണ്ട്, അവര് ഇവിടെ നിന്നും ബാക്കിയാത്തിലേക്കൊക്കെ പോയ ഉസ്താദുമാർ ബാക്കിയാത്ത് അവർക്കിങ്ങനെ അന്ന് ഫോണില്ല, ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് കത്തയക്കലാണ്. ആ കത്തയക്കാന്ന് ദിവസങ്ങൾ കിടക്കും ആ കത്തങ്ങോട്ട് എത്താൻ. എന്നാൽ ഈ വന്ന കത്തുകൾ അവിടെ കിടക്കും, ഞങ്ങളത് എടുത്തു നോക്കാറില്ലേ എന്ന്. കാരണം അതെടുത്തു നോക്കിയാൽ എന്തെങ്കിലും അതിൽ വല്ലതും ഇവിടുത്തെ ഈ പഠിക്കുന്ന ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന നിലക്ക് ആവുമോ എങ്കിൽ അത് അതിന് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് കത്ത് പൊളിച്ചു നോക്കൂല. 5-6 മാസം കഴിഞ്ഞ് ഒന്നായിട്ട് കത്തെടുത്ത് നോക്കാം. അപ്പൊ അതിൽ പലതരം മരണം നടന്നിട്ടുണ്ടാവും, മരിച്ചതുണ്ടാവും, പല വിവരങ്ങളും ഉണ്ടാവും. ഒന്നും തന്നെ അവര് അതിന്റെ സമയത്ത് അറിയാൻ പോലും അവർ മെനക്കെട്ടിരുന്നില്ല. അങ്ങനെ അത്രയും തവജ്ജുഹ് ചെയ്തിരുന്ന ഇൽമിലേക്ക് തവജ്ജുഹ് ചെയ്യുക, മറ്റുള്ളതിനെ തൊട്ടൊക്കെ എല്ലാ കാര്യങ്ങളിൽ നിന്ന് എല്ലാ ശവാദിലുകളിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ഇൽമിൽ മാത്രം ചെലവഴിക്കായിരുന്നു. അപ്പൊ ഇന്നിപ്പോ അതിനൊക്കെ വിട്ട് കുറെയൊക്കെ നമ്മളുടെ സംഘടനാ രംഗവും കൂടി ഇതുപോലെ തന്നെ ഈ ഇൽമും ദീനും ഇവിടെ നിലനിൽക്കണേ നമുക്ക് സംഘടനയും കൂടി ഇപ്പൊന്നുമാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. മുമ്പ് കാലത്തൊന്നും അതില്ലായിരുന്നു. മുമ്പ് കാലത്ത് ഇപ്പൊ സമസ്ത ഉണ്ടായത് ഈ 1926 അതുവരേക്കും ഇവിടെ സമസ്തയില്ല, വേറുള്ളതില്ല, ഒന്നുമില്ല. പണ്ഡിതന്മാരും ഇവിടുത്തെ ഇൽമിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ സംഘടന പോലും ഇല്ലായിരുന്നു. ഇന്നതൊക്കെ മാറി സംഘടനയിലേക്ക് നമ്മളെത്തി. സമസ്ത വന്നു, സമസ്തയുടെ പ്രവർത്തനവും നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നു, നമ്മളതിലൊക്കെ തന്നെ ശോലാകേണ്ടി വന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറേ സമയങ്ങൾ നമുക്ക് അതിനും കൂടി ആവശ്യമായി വന്നിരിക്കുകയാണ്. അപ്പൊ പരമാവധി നമ്മൾ അത്തരം സംഘടനാ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതോടൊപ്പം മറ്റുള്ള സമയങ്ങളൊക്കെ വേറെയുള്ള അനാവശ്യ കാര്യങ്ങളിലേക്ക് തിരിക്കാതെ ഉള്ള ഒഴിവൊക്കെ തന്നെ ഇൽമിലേക്ക്, ഇൽമ പഠിക്കുന്നതിലേക്കും ചെലവഴിച്ചുകൊണ്ടാവണം നമ്മളുടെ ജീവിതം. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ഫലം ഈ തഅല്ലുമിന്റെ ഈ ജീവിതം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ കുട്ടികളാണ്, മുതഅല്ലിമീങ്ങളാണ്.
പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങളൊക്കെ ഭാവിയിൽ പഠിച്ച് വളരാനുള്ളവരാണ്. നിങ്ങൾ ഭാവിയിലെ ആലിമീങ്ങൾ നമ്മളുടെ സംഘടനയും മറ്റുമൊക്കെ ഏറ്റെടുക്കേണ്ടവരാണ്. ഇതിൻ്റെയൊക്കെ തലപ്പത്ത് വരേണ്ടവരാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ നമ്മളെ ഉസ്താദുമാര് അവരുണ്ടാക്കി തന്ന ഈ പ്രസ്ഥാനത്തിന് നമുക്ക് ഏറ്റെടുത്തതിനെ നിലനിർത്തി പോരാൻ സാധിക്കണം. അതിന് പറ്റുന്ന അറിവും കഴിവും എല്ലാ പാഠവും നമ്മളിൽ ഉണ്ടായും കൊണ്ടായിരിക്കണം നമ്മളുടെ ജീവിതം. അതിൽ നിങ്ങളൊക്കെ സജ്ജമാകണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം, ഈ പഠിക്കുന്ന ആളുകൾക്ക് എല്ലാവരും ഒരുപോലെ ആവില്ല. പലരും പലയാലും ചിലർ തനിച്ച് ഒന്നും എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ചെറുശ്ശേരി ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞ മണ്ടൂസന്മാരെന്നാണ്. സാർ അങ്ങനെ പറയുന്നത് മരമണ്ടൂസ് എന്നാണ്. അങ്ങനത്തെ പോലുണ്ടോ? ഇന്ന് അതേ സ്ഥാനത്ത് ഭയങ്കര അതിസമർത്ഥമായ ബുദ്ധി കൂർമ്മതയുള്ള നല്ല ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. ഓനിങ്ങനെ എന്തെങ്കിലും പറയേണ്ട താമസമുള്ളൂ. അതിങ്ങനെ നന്നായിട്ട് കമ്പ്യൂട്ടറിലൊക്കെ അടിച്ച് കയറുന്നമാതിരി അപ്പം തന്നെ ഓനെ ഫീഡ് ചെയ്തു പറയും. അത്ര വലിയ സാമർഥ്യമുള്ള ആൾക്കാർക്ക്. പക്ഷേ ഇവരുടെ ഈ സാമർഥ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവനൊരു തോന്നല് എന്താ തോന്നല്? ഇല്ല ഞാനിപ്പോ എല്ലാത്തിനും മദ്യപനായിരിക്കണം, ഞാൻ എല്ലാത്തിനും മദ്യാനായിരിക്കണം തോന്നുകയാണ്. അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ മേപ്പട്ടല്ല കീപ്പട്ട, ബേക്കോട്ടടിച്ചു. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞാതാ, കല്ല ഇന്നൽ ഇൻസാന ലയത്വാ അർറഅഹു ഇസ്തഗ്നാ. ദുഷിച്ചു പോകാൻ വേറെ ഒന്നും വേണ്ട, ഓൻ എന്ത് മതി, ഞാൻ എല്ലാത്തിനും മതിവാനായി എന്നൊരു തോന്നൽ കടന്നാൽ മതിയെന്ന്. അപ്പൊ അത് നമ്മളുടെ സാമർഥ്യവും നമ്മളുടെ കഴിവും നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ തന്നെ അള്ളാഹു തന്നതാണ്, അതൊക്കെ അള്ളാഹുവിന്റെ കഴിവാണ് എന്ന ആ ഒരു ചിന്തയോടുകൂടി അതിനനുസരിച്ചു കൊണ്ടുള്ള ജീവിതം ആയിരിക്കണം, പെരുമാറ്റം ആയിരിക്കണം, സംസാരം ആയിരിക്കണം. വിവരമുണ്ടെങ്കിൽ തന്നെ ആ വിവരം പറയേണ്ട പ്രകാരത്തിൽ പറയണം, പറയേണ്ടവർക്ക് പറയണം, പറയാൻ പറ്റാത്തവർക്കത് പറയരുത്. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പാഠങ്ങൾ. അങ്ങനത്തെ ഒരു ജീവിതമായി വളർത്തിക്കൊണ്ടുവരാൻ മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകം ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. ഇനിയിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും കൂടി അവതരിപ്പിക്കാനിരിക്കുകയാണ്. അത് നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അച്ചടക്കമുള്ള, അനുസരണമുള്ള, അദബുള്ള മുത്തഅല്ലിമീങ്ങളായി ഇൽമിന് യോജിക്കുന്ന ജീവിത ചിട്ടയാക്കി മാറ്റിക്കൊണ്ട് നിൽക്കുന്നവരെ നിങ്ങളെല്ലാവരുമായി തീരെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്തു. ഉലമാക്കളിലും മുത്തഅല്ലിമീങ്ങളിലും അല്ലാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മളൊക്കെ ഇൽമിന് അല്ലാഹു നാഫിയായ ഇൽമാക്കി തരുമാറാകട്ടെ. നമുക്ക് ഇൽമ് വർദ്ധിക്കാനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന സേവനങ്ങളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന നമ്മളുടെ മാതൃസംഘടന, നമ്മളുടെ മാതാവാണത്. ആ പ്രസ്ഥാനത്തിലൂടെയാണ് ഇന്ന് നമ്മളൊക്കെ ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. അതിൻ്റെയൊക്കെ ഒരു വലിയ ഗുണവും ഫലവും ഈ കാലത്ത് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ആ മഹത്തായ പണ്ഡിത പ്രസ്ഥാനം, അതിൻ്റെ ഖിദ്മത്തിൽ നമുക്കൊക്കെയും ധാരാളം ഇനിയും ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ 90-ാം വാർഷിക സമ്മേളനമാണ് അടുത്ത 11 മുതൽ 14 കൂടിയ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ നടക്കാൻ പോകുന്നത് നിങ്ങളെല്ലാം അറിഞ്ഞതാണ്. ആ മഹാസമ്മേളനം അതൊരു വലിയ ചരിത്ര സംഭവമാക്കി മാറ്റണം. അതിലെല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന ഓരോരുത്തർക്കും അനുസരിച്ച കഴിയുക. ഇന്നൽ ഹദായ അല മിഖ്ദാരി മുഹദിയാണ്. എല്ലാവരും ഒരുപോലെ ആവില്ല. വലിയ ആളുകൾ വലിയതിനനുസരിച്ചുകൊണ്ട്, ചെറിയവരിനനുസരിച്ചുകൊണ്ട്, അവരുടെ കഴിവിനനുസരിച്ചുകൊണ്ടുള്ള സംഭാവനകൾ, അതിനുള്ള സേവനങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് അതിലെന്താണോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ പങ്കാളികളാകണമെന്നുകൂടി ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നമ്മൾ ഉസ്താദുമാര്, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദും ഹോസ്പിറ്റലിലാണ്, നിങ്ങളൊക്കെ അറിയാം. രോഗിയാണ്. അതുപോലെ തന്നെ നമ്മളെ കോയക്കുട്ടി ഉസ്താദ് സുഖമായില്ലായിരിക്കാണ്. സമസ്തയുടെ പ്രസിഡന്റും സെക്രട്ടറിയാണ് ഇവർ രണ്ടുപേരും. ആ രണ്ട് മഹാന്മാരും
അവർക്കൊക്കെയും അല്ലാഹു പൂർണ്ണ ശിഫ നൽകി ദീർഘകാലം നമ്മളുടെ ഈ പ്രസ്ഥാനത്തിനെ നയിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.